ഒത്തിരി പ്രാവശ്യം അനേക പ്രസംഗങ്ങൾ ഇതിനെക്കുറിച്ച് കേട്ടെങ്കിലും പരിശുദ്ധാത്മാവ് ഇന്നലെ എന്നോട് പറഞ്ഞൊരു ശബ്ദമാണ്, ആമേൻ, സ്തോത്രം, ഹി വിൽ മേക്ക് യു എ ഗ്രേറ്റ് നേഷൻ. ആമേൻ, നിന്നെ വലിയൊരു ജാതിയാക്കും. ഗ്രേറ്റ് നേഷൻ, ഒരു വലിയൊരു ജാതിയാക്കും എന്ന് ദൈവം പറഞ്ഞെങ്കിൽ, ദൈവം അബ്രഹാമിനോട് എല്ലാം ഉള്ളപ്പോഴല്ല പറഞ്ഞത്, ശൂന്യമായിരിക്കുമ്പോഴാണ് പറഞ്ഞത്. ഹി ഡിഡ്ന്റ് ഹാവ് ഈവൻ എ ചൈൽഡ്. ശൂന്യമായിരുന്നപ്പോൾ യേശു പറഞ്ഞു, ഞാൻ നിന്നെ ഒരു പറഞ്ഞേ എന്തോ പറഞ്ഞു, ജാതിയാക്കുമെന്ന്. ശൂന്യമാകുമ്പോഴും ദൈവത്തിന് വാഗ്ദത്തം തരാൻ കഴിയും. ശൂന്യതയ്ക്കകത്തുനിന്നും ദൈവത്തിന് ആയിരങ്ങളെയും പതിനായിരങ്ങളെയും സൃഷ്ടിക്കാൻ ദൈവത്തിന് കഴിയും. ആമേൻ, ഹല്ലേലൂയ. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. സ്തോത്രം, ഹല്ലേലൂയ. ദൈവം അബ്രഹാമിനെ വലിയൊരു ജാതിയാക്കുമെന്ന് പറഞ്ഞ ആ ജീവിത യാത്രയെ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ, ഇറ്റ് വാസ് നോട്ട് എ ലൈഫ് ഓഫ് ബെഡ് ഓഫ് റോസസ്, അല്ലേ? പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു 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 യാത്രയല്ലായിരുന്നു. ഇറ്റ് വാസ് ഫുൾ ഓഫ് ടോൺസ് ആൻഡ് ടിസൽസ്. മുള്ളുകളും, ആമേൻ, കല്ലുകളും പ്രതികൂലങ്ങളും വെല്ലുവിളികളും നിറഞ്ഞ ഒരു ജീവിതയാത്രയായിരുന്നു. പക്ഷെ ദൈവം വിളിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. ആമേൻ. ആ വിളിക്കകത്ത് വിളി വെളിപ്പെടാതിരിക്കേണ്ടതിന് പിശാച് ഒരുക്കിയ എല്ലാ തന്ത്രങ്ങളുടെ നടുവിലും അബ്രഹാം പറഞ്ഞു, എൻ്റെ അപ്പൻ പറഞ്ഞു, ഞാൻ വലിയൊരു ജാതിയാകുമെന്ന്. ഓ ആമേൻ. അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നീ ഒന്നും കാണുന്നില്ലെങ്കിലും നീ പറയണം, ഞാൻ വലിയൊരു ജാതിയാണ്, അപ്പൻ എന്നോട് പറഞ്ഞതാ. ഈ അബ്രഹാമിനോട് ദൈവം പറഞ്ഞ ഈ ശബ്ദത്തിനകത്ത് ഒരു കാര്യമുണ്ട്. ദൈവം പറഞ്ഞു, നീ നിന്റെ ഭവനത്തെയും പിതൃഭവനത്തെയും വിട്ട്, ആമേൻ, നീ ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് യാത്ര തിരിക്കണം. ഗെറ്റ് ദീ ഔട്ട് ഓഫ് യുവർ കൺട്രി. അവിടെ ഉപയോഗിക്കുന്ന പദം ഫസ്റ്റ് എന്താണ്? ആമേൻ, എന്താണ്? ഗെറ്റ് ദീ ഔട്ട് ഓഫ് ദൈ കൺട്രി. നീ പാർക്കുന്ന ദേശം വിടുക, നിന്റെ ബന്ധുക്കളെ, ചാർച്ചക്കാരെ വിടുക. എന്തിനാ? ഞാൻ ചിലത് നിന്നെ കാണിപ്പാനിരിക്കുന്നതാ. ഞാൻ എപ്പോഴും പ്രസംഗിക്കുമ്പോൾ ഒരു കാര്യം പറയും, സോറി, ഞാൻ ചില ടെറിട്ടറിക്കകത്ത് കയറി തൊടും. ആമേൻ, ആത്മാവ് പറയുന്ന പോലെ ഞാൻ തൊടും. പിന്നെ എന്നോട് കോപിക്കരുത്, പരിശുദ്ധാത്മാവ് പറയുന്നിടത്ത് ഞാൻ തൊടും. ആമേൻ. പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുവാനാണ് എനിക്ക് ആഗ്രഹം. സ്തോത്രം. ഐ ഡോണ്ട് പ്രീച്ച് ടു പ്ലീസ് എനിബഡി, ഐ പ്രീച്ച് ബിക്കോസ് ഗോഡ് ആസ്ക്ഡ് മീ ടു പ്രീച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം അബ്രഹാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ നിന്റെ ദേശം വിടണം, നിന്റെ പിതൃഭവനം വിടണം, ഞാൻ കാണിപ്പാനിരിക്കുന്ന വാഗ്ദത്തത്തിന് വേണ്ടി നീ വാഞ്ചിക്കണം. If you desire God's promise, you will leave everything that attaches to you. നിന്നെ മുറുകെ പിടിക്കുന്നതെല്ലാം നീ വിടുവാൻ തയ്യാറാകുമെങ്കിൽ ദൈവത്തിനുള്ളത് ദൈവം വെളിപ്പെടുത്തും. ആമേൻ. നീ വിടുന്തോറും നീ മനസ്സിലാക്കണം, ആമേൻ, നിന്നെ മുറുകെ പറ്റുന്ന പാപവും നിന്നെ മുറുകെ പറ്റുന്ന വിഷയങ്ങളും നീ വിടാൻ തയ്യാറാകുമ്പോൾ നീ എവിടേക്ക് പോവുകയാണ്? നീ ഉയരങ്ങളിലേക്ക് കയറുകയാണ്. ആമേൻ. നമ്മൾ മനസ്സിലാക്കണം, മലമുകളിലേക്ക് കയറുമ്പോൾ അവർ ഈ മൗണ്ട് എവറസ്റ്റ് കയറുന്ന ക്ലൈംബേഴ്സ് ട്രെയിൻ ചെയ്യുന്നത് എന്താ? നമുക്കൊരു ദിവസം ആഹാരം കഴിക്കാതിരുന്നാൽ വലിയ ബുദ്ധിമുട്ടല്ലേ? ദേ ട്രെയിൻ നോട്ട് ടു ഈറ്റ് മച്ച് ആൻഡ് ഡ്രിങ്ക് ലെസ്. ആമേൻ. ഉയരങ്ങളിലേക്ക് പോകുന്തോറും ബാഗേജ് കുറയണം. പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് ആ വെളിപ്പാട് നമ്മുടെ അകത്ത് തരണം. ദൈവത്തോട് അടുക്കും തോറും നമ്മളുടെ ബാഗേജ് കുറയണം. ദൈവം നമ്മുടെ അകത്ത് വളർന്നുകൊണ്ടിരിക്കണം. Until and unless you learn to drop all your baggages. ഈ നമ്മൾ പറയത്തില്ലേ, നമുക്ക് ചില കിരീടങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ചില കിരീടങ്ങൾ നമ്മൾ മുറുകെ പിടിക്കുന്ന ചില കിരീടങ്ങളുണ്ട്. ഈ കിരീടങ്ങളൊക്കെ നമ്മളിൽ നിന്ന് വീഴാതെ ദൈവം തരുന്ന കിരീടം പ്രാപിക്കാൻ പറ്റത്തില്ല. എഴുതി വെച്ചോ, until and unless you drop your crown, you will not receive God's crown. ദൈവം പറഞ്ഞത് പ്രാപിക്കണമെങ്കിൽ നമ്മൾ മുറുകെ പിടിച്ചത് വിടാൻ തയ്യാറാകുന്നില്ല. ആമേൻ. ഈ പ്രഭാതത്തിൽ നമ്മൾ മനസ്സിലാക്കണം, അബ്രഹാമിനോട് പറഞ്ഞു, നീ വിടാനുള്ളതെല്ലാം വിടണം. എന്തിനാ? ഇതിനേക്കാൾ ശ്രേഷ്ഠവും
മാന്യമായത് ഞാൻ നിനക്ക് തരാനുണ്ട്. ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു, നീ വിട്ടതിനേക്കാൾ ശ്രേഷ്ഠവും മാന്യമായത് ദൈവം നിനക്ക് തരും. നിനക്ക് മാത്രമല്ല, നിന്റെ തലമുറയ്ക്ക് ഞാൻ തരും. കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും തോന്നിയിട്ടില്ലാത്തത് ശ്രേഷ്ഠവും മാന്യമായത് എൻ്റെ അപ്പൻ നിനക്ക് വേണ്ടി വെച്ചിട്ടാ പറഞ്ഞ് നീ ഇന്ന് മുറുകെ പിടിച്ചിരിക്കുന്ന വിടാൻ തയ്യാറാകണം. നമ്മൾ ചിലതൊക്കെ മുറുകെ പിടിച്ചിരിക്കുക. ചില നമ്മൾ ബിംബങ്ങളെയൊക്കെ വിട്ട്, ബിംബങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു, അതൊക്കെ വിട്ട് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നവരായി വന്നവരാ. പക്ഷേ നമ്മുടെ ലൈഫിൽ എന്തുണ്ട്? ചില ബിംബങ്ങളുണ്ട്. ഇല്ലെന്ന് പറയണ്ട, അല്ലേ? ബിംബങ്ങളുണ്ടോ? സ്തോത്രം. അപ്പോൾ ദൈവം പറഞ്ഞു അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാം ആരായിരുന്നു? ബിംബങ്ങളെ ആരാധിക്കുക. ഹി വാസ് മേക്കിംഗ് ഐഡൽസ് ആൻഡ് ഹി വാസ് വർഷിപ്പിംഗ് ദ ഐഡൽസ്. പക്ഷെ ദൈവം പറഞ്ഞു അത് വിടണം. എന്നിട്ടോ അവൻ വിഗ്രഹം വിട്ടോ? അവൻ്റെ അകത്ത് ചില വിഗ്രഹങ്ങളുണ്ടായിരുന്നു. സോറി, ഞാൻ പറഞ്ഞില്ല, ഞാൻ ചില ടെറിട്ടറിക്കകത്ത് കയറാൻ പോവുകയാണ്. നിന്റെ അകത്ത് കിടക്കുന്ന ചില ബിംബങ്ങൾ പുറത്തു വരേണ്ടതിനെ പ്രാർത്ഥിച്ചാട്ടെ ഈ ദിവസങ്ങൾ. നമ്മുടെ അകത്ത് കിടക്കുന്ന ചില മുൻവിധികൾ നമ്മളെ നന്മയിൽ നിന്ന് തടസ്സപ്പെടുത്തും. എവറിത്തിങ് ദാറ്റ് വി കൺസീവ് ഇൻ അവർ സെൽഫ്. ആര് പറഞ്ഞു? എൻ്റെ അപ്പൻ പറഞ്ഞു, എൻ്റെ അമ്മ പറഞ്ഞു, എൻ്റെ സഹോദരൻ പറഞ്ഞു, എൻ്റെ സഹോദരി പറഞ്ഞു, എൻ്റെ അയലോക്കക്കാരൻ പറഞ്ഞു, എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, എൻ്റെ പാസ്റ്റർ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ നന്നാവത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പറയുമോ ഞാൻ നന്നാവത്തില്ലെന്ന്? എൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. ഞാനങ്ങനെ ആരുടെ പറയാറില്ല. നമ്മൾ മനസ്സിലാക്കണം, വേറൊരാൾ പറഞ്ഞതല്ല നീ ആകുന്നത്, ദൈവം പറഞ്ഞതാ നീ ആകുന്നവൻ. പക്ഷെ ഇതൊക്കെ നമ്മളെ എവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്? ചിലയിടത്തൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇന്ന് ആ പിടി വിട്ടുമാറണം യേശുവിൻ്റെ നാമത്തിൽ. ആത്മാ പറയുന്നു അത് നീ വിട്ടുകളയാൻ തയ്യാറാകുമെങ്കിൽ. ഈ ചിലതൊക്കെ നമ്മളെ മുറുകെ പിടിച്ചിരിക്കുക. ചിലതൊക്കെ ഞാൻ പറഞ്ഞില്ല, ചിലയിടത്ത് അകത്തോട്ട് കയറുന്നതിൻ്റെ തുടക്കമായത്. സ്വത്രം ആമേൻ. ചിലതൊക്കെ മുറുകെ പിടിച്ചിരിക്കുക. ഞാൻ ഇവനെ കൊണ്ടേ പോകത്തുള്ളൂ. ചിലതൊന്നും നീ പിടിച്ചാലൊന്നും വരത്തില്ല. കർത്താവ് ചിലതിനെ അഴിച്ചു വിടുകയാണെന്ന്. ഹി ഈസ് റിലീസിങ് സംതിങ് സോ സ്പെഷ്യൽ. നീ ഇതുവരെ മുട്ടിയ വാതിലിന് നീ ഇതുവരെ മുട്ടിയ പല വാതിലുകളുണ്ട്. പക്ഷെ ആ വാതിലുകളൊന്നും തുറക്കാതിരുന്നത് ശ്രേഷ്ഠവും മാന്യവുമായ ഒരു വാതിൽ നിനക്ക് വേണ്ടി തുറക്കുന്ന ദൈവ ജീവനോടെ നിനക്ക് മുമ്പാകെ കടന്നു പോകുന്ന ദൈവം. നിന്റെ ദൈവം നിനക്ക് മുമ്പാകെ കടക്കണമെങ്കിൽ നീ മുന്നോട്ട് പോകണം. അബ്രഹാം ഇറങ്ങുന്ന നാൾ വരെ ദൈവം വെയിറ്റ് ചെയ്യുക. മോശയോട് പറഞ്ഞു, ഞാൻ നിനക്ക് മുമ്പാകെ കടന്നു പോകുന്ന ദൈവം. ഇന്ന് ചിലവരോട് ആത്മാവ് വിളിച്ചു പറയുന്നു, അല്ല എല്ലാവരോടും ആത്മാവ് വിളിച്ചു പറയുന്ന ഒരേ ശബ്ദമാണ്. അബ്രഹാം ഇറങ്ങിയെങ്കിൽ, അബ്രഹാമിനെ വലിയൊരു ജാതിയാക്കിയെങ്കിൽ ഞാനും എൻ്റെ കുടുംബവും വലിയൊരു ജാതിയാക്കുന്ന ദൈവം. യെസ്, ആമേൻ. ഈ നമ്മളതിലെ കർത്താവ് പറഞ്ഞു ഗെറ്റ് ഔട്ട് എന്നാ പറഞ്ഞത്, അല്ലേ? പക്ഷെ മാന്യമായ പറഞ്ഞു ഗെറ്റ് ദി ഔട്ട്, അല്ലേ? ഗെറ്റ് ഔട്ട്. നീ ഇന്ന് എവിടെ കുരുങ്ങി നിൽക്കുന്നോ അവിടെ നിന്ന് നീ ഇറങ്ങിപ്പോകണം. പിശാച് എന്ത് ചെയ്യുന്നു? നമ്മളെ ചിലയിടത്ത് കൊണ്ടുവന്ന് കുരുക്കിയിടും. ചില വിഷയത്തിനകത്ത് കൊണ്ടുവന്ന് കുരുക്കിയിടും. ചില ചിന്താഗതിക്കകത്ത് കൊണ്ടുവന്ന് കുരുക്കിയിടും. ഇന്ന് പരിശുദ്ധാത്മാവിൽ നമ്മൾ തിരിച്ചറിയണം, യു ആർ നോട്ട് ഗോയിങ് ടു സോൾവ് ദ പ്രോബ്ലം, ബട്ട് ദ പ്രോബ്ലം സോൾവർ ഇസ് ഓൺലി വൺ തിങ്. കർത്താവ് ഈ കെട്ടപ്പെട്ട കഴുതയെ അഴിച്ചുവിടാൻ പറയുന്ന ദിവസമുണ്ട്. അതുവരെ നമ്മൾ ചിലത് വെയിറ്റ് ചെയ്യേണ്ടി വരുമായിരിക്കും. ചിലതൊക്കെ ഒരു സീസൺ ഉണ്ട്. there may be a season. പക്ഷെ ആ സീസണിന് വേണ്ടി ദൈവം ചിലവരെ കാത്തിരിക്കും. പക്ഷെ ചിലപ്പോൾ ദൈവം പറയും നീ ചെന്ന് അഴിക്കാൻ പറയും. ശിഷ്യന്മാരോട് പറഞ്ഞു, എന്തുവാ ആ കഴുതയെ കൊണ്ടുവന്ന് അഴിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അവരാദ്യം എന്തോ ചോദിച്ചത് പറഞ്ഞത്? വി ഓൾ തിങ്ക് അബൌട്ട് ഇമ്പോസിബിലിറ്റീസ്, അല്ലേ? ശിഷ്യൻ എന്തോ പറഞ്ഞു? കർത്താവെ, അവർ ചോദിച്ചാൽ ഞാൻ എന്തോ പറയും? ഇത് നമ്മുടെ കഴുതയല്ലല്ലോ. ആണോ? ശിഷ്യൻ എന്തോ പറഞ്ഞു? അതല്ലേ പറഞ്ഞു. കർത്താവ് എന്തോ പറഞ്ഞു? ഗുരുവിന് അവനെ അതിനെക്കുറിച്ച്, ദൈവത്തിന് ആവശ്യമുള്ളവനെ ദൈവം അഴിക്കും. ദൈവസന്നതയിൽ കാത്തിരിക്കുന്ന ജനത്തെ ദൈവം അഴിച്ചുവിടും, തുറന്നുവിടും. ദൈവം പറയും, എന്താണ്? നീ ഇവിടെ കിടക്കാനുള്ളതല്ല, ഈ കെട്ടപ്പെട്ട അവസ്ഥ കിടക്കപ്പെടുവാനുള്ളതല്ല, നീ വലിയൊരു ജാതിയാകേണ്ടതിനാണ് ഞാൻ നിന്നെ വിളിച്ചത്. God didn't call us just to be us. He called us to be a nation. അപ്പോൾ ദൈവം നമ്മളെ ഒരു ജാതിയാക്കി തീർക്കേണ്ടതിന് ദൈവം നമ്മളെ വിളിച്ചെങ്കിൽ, ആമേൻ. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിലേക്ക് എഴുതുമ്പോൾ പറയുന്നു, ഫിലിപ്പിയ ലേഖനം 3:13 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം.
ഫിലിപ്പിയർ 3:13. സഹോദരന്മാരെ, ഞാൻ എന്ന് നിരൂപിക്കുന്നില്ല. ഒരു മിനിറ്റ് 13:13 വായിച്ചേ. യെസ്, ഫിലിപ്പിയർ 3:13. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. പൗലോസിനെ കുറിച്ച് നമുക്ക് കൂടുതൽ പ്രസംഗിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്കെല്ലാം നല്ലപോലെ അറിയാം. ആമേൻ. എന്നാലും പൗലോസ് ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുത്തു. എന്താണ്? ഞാൻ പുറമോട്ട് നോക്കത്തില്ല. ഐ വിൽ നോട്ട് ലുക്ക് ഇൻ 2025, but I am looking forward to a blessed 2026. ഞാൻ പുറകിലേക്ക് നോക്കത്തില്ല, ഞാൻ മുന്നിലേക്ക് യാത്ര തുടരുന്നത്. എന്നാണ് 14-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. എന്തുകൊണ്ട്? പരമവിളിയുടെ വിരുദനായി ലാക്കിലേക്ക് ഓടുന്നു. ഹൈ കോളിംഗ്, ദ പ്രൈസ് ഓഫ് എ ഹൈ കോളിംഗ്. We all have to pay a price for a higher calling. നിങ്ങൾക്കും എനിക്കും വെച്ചിരിക്കുന്ന ഉന്നത വിളി പ്രാപിക്കണമെങ്കിൽ നമ്മൾ വില കൊടുക്കണം. അടുത്തിരിക്കുന്നവർ കൈ കൊടുത്തിട്ട് പറഞ്ഞാട്ടെ, വില കൊടുത്താൽ ഉന്നത വിളി പ്രാപിക്കും. എന്തോ പറയണം? ഉന്നത വിളി പ്രാപിക്കണമെങ്കിൽ അല്ലേ? കിടന്നുറങ്ങിയിട്ട് പരീക്ഷയുടെ തലേദിവസം എഴുതിയിട്ട് പഠിച്ചാൽ വല്ലതും പാസ്സാവുമോ മോനെ? പിള്ളേർക്കറിയാം, മിടുക്കരാ. എന്നാലും അങ്ങനെ ചെയ്യല്ലേ, പഠിക്കണം എല്ലാ ദിവസവും കേട്ടോ. The more the calling, higher the calling, higher the price. നിന്നെ നമ്മൾ വരത്തില്ലേ, ഈ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരണമെന്നാണ് വചനം പറഞ്ഞത്. പക്ഷെ നമ്മൾ എവിടെ കിടക്കുന്നത്? കോഴിയെ പോലെ അല്ലേ? കഴുകന്മാരെ പോലെ അവൻ ചിറകടി. യഹോവയെ കാത്തിരിക്കും. പ്രസംഗിക്കും എന്ത് എരിവ! യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. പക്ഷെ ഇവിടെ കോഴിയെ പോലെ. നോ, ലെറ്റ് ഗോ. ഉയരത്തിലുള്ളതിനെ കുറിച്ച് വാഞ്ചിപ്പീൻ, ഉയരത്തിലുള്ളതിനെ കുറിച്ച് ചിന്തിപ്പീൻ, ഉയരത്തിലുള്ളത് പ്രാപിപ്പാൻ വാഞ്ചിപ്പീൻ. ദൈവം പറഞ്ഞതിലേക്ക് ഉന്നത വിളിയുടെ വിരുദ് ഇതെന്ന് അറിഞ്ഞ് വില കൊടുക്കാൻ തയ്യാറാകുവീൻ. ഹല്ലേലൂയ. പൗലോസ് അടുത്തത് പറയുന്നു. എന്താണ്? ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുവീൻ. നമ്മിൽ തികഞ്ഞവരൊക്കെ ഇങ്ങനെ തന്നെ ചിന്തിച്ചുകൊള്ളുക. ഇങ്ങനെ തന്നെ ചിന്തിക്കണം. എങ്ങനെ ചിന്തിക്കണം? മുന്നേ പറഞ്ഞതുപോലെ തന്നെ പോയി ഡിസ്കണക്ട് ആയി അവിടെ. എങ്ങനെ ചിന്തിക്കണം? ഉന്നത വിളി ഉണ്ടെങ്കിൽ ചിലവട് വില കൊടുക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. വില കൊടുക്കാൻ തയ്യാറാകണം. അങ്ങനെയുള്ളത് ചിന്തിക്കും. ഓ സ്വതന്ത്രം. എല്ലാവരും ഉറങ്ങി പെട്ടെന്ന് 1 സെക്കൻഡ് കൊണ്ട് അല്ലേ? അങ്ങനെ അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ് എങ്ങനെ ചിന്തിക്കണം? ഉന്നത വിളി ഉണ്ടെങ്കിൽ വില കൊടുക്കാൻ തയ്യാറായവരെ പോലെ ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കണം. ഈ ചിന്തയാണല്ലോ വിഷയമല്ലോ അല്ലേ? ചിന്തയാണല്ലോ വിഷയം അല്ലേ? പിള്ളേരെ, നിങ്ങളുടെ ചിന്ത എനിക്ക് പഠിക്കാൻ പറ്റുമെന്നല്ലേ? അതാ വേണ്ടിയത്. പഠിക്കാൻ പറ്റത്തില്ലെന്നല്ല, എന്നെ കൊണ്ടെല്ലാം കഴിയുമെന്നാണ് നമ്മൾ അല്ലേ? ഏബലെ അങ്ങനെയാണോ? ആണോ? ആകണം. അങ്ങനെ ആയിരിക്കണം അല്ലേ? വി ബിലീവ് ഇൻ എ ഹയർ കോളിംഗ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ നമ്മൾ ചിന്തിക്കണം. ചിന്തിക്കുന്നത് എങ്ങനെയാ? ഉന്നത വിളി ഉണ്ടെങ്കിൽ വില കൊടുക്കാൻ തയ്യാറാകണം. പ്രതിഫലം കിട്ടുന്നത് ആർക്കാ? അന്ത്യം വരെയും വിശ്വസ്തനായി നിൽക്കുന്നവന്. അപ്പോൾ പൗലോസ് ഇത് പഠിപ്പിക്കുമ്പോൾ പറയുന്നു, ഹല്ലേലൂയ, ദൈവം വരുവാനിരിക്കുന്നതിനെ കുറിച്ച് വെളിപ്പെടുത്തുന്ന മഹത്വം എന്തെന്ന് നിങ്ങൾ തിരിച്ചറിയുമെങ്കിൽ ഈ അല്പകാലത്തിലെ കഷ്ടം സാരമില്ലെന്ന് ഞാൻ എണ്ണുന്നു. വരുവാനിരിക്കുന്ന മഹത്വത്തിന്റെ മഹത്വത്തിന്റെ പ്രകാശം, മഹത്വത്തിന്റെ നന്മ എന്തെന്നുള്ള വെളിപ്പാട് നമ്മുടെ അകത്തുണ്ടെങ്കിൽ ഈ അഴിഞ്ഞു പോകുന്നതും ഈ നശിച്ചു പോകുന്നതും ഇന്ന് കാണുന്നതും നാളെ കാണാത്തതുമായ ഇതിനെ കുറിച്ച് എന്തിന് ഭാരപ്പെടണം? ഓഹോ, എന്തിന് കരയണം? എന്തിനിതിന് സമയം കൊടുക്കണം? ദൈവത്തെ ഓർത്ത് എന്ത് കൊടുക്കരുത്? സമയം കൊടുക്കരുത്. എന്തിന് ഇതിനു വേണ്ടി ഇത്രയും സമയം കൊടുക്കണം? യു ആർ ഗിവിംഗ് യുവർ ടൈം ടു ദ ഡെവിൾ. നിങ്ങൾ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുക, ദൈവത്തെക്കുറിച്ചുള്ളത് പ്രാപിപ്പ്, ദൈവത്തെക്കുറിച്ചുള്ളത് വാഞ്ചിപ്പീൻ, ഉയരത്തുള്ളത് വാഞ്ചിപ്പീൻ.
നിങ്ങൾക്ക് വലിയ വിളിയുള്ളതിനാ സ്തോത്രം ചെയ്തുകൊണ്ട് പറയണം, ഞാൻ ഇതിനകത്ത് കുരുങ്ങി കിടക്കത്തില്ല, ഞാൻ ഉയരങ്ങളിലേക്ക് പറക്കും. I will not be stuck down because of this. എൻ്റെ മേൽ ദൈവം വിളിച്ചിരിക്കുന്ന വിളിയുണ്ട്. പറയണം, എൻ്റെ മേൽ, നമ്മളുടെ മേൽ ദൈവം വിളിച്ചിരിക്കുന്ന ഒരു വിളിയുണ്ട്. ഇതിനകത്ത് കിടന്ന് ചാവാനല്ല ദൈവം വിളിച്ചത്. അടക്കത്തിന് എല്ലാ പാസ്റ്റർമാരും വന്ന് നല്ലതേ പ്രസംഗിക്കത്തുള്ളൂ. വെള്ളം അടിച്ചവൻ്റെ മുമ്പിലും പള്ളിയിലെ അച്ഛൻ വന്നിട്ട് പറയും അവൻ വിശുദ്ധനാന്ന് പറയും. പക്ഷെ തമ്പുരാന്റെ മുൻപിൽ ചെല്ലുമ്പോൾ നിന്റെ എല്ലാ തരികിടയും അവൻ തുറന്നെടുക്കും. അവൻ ഒന്നൊന്നായി എണ്ണി എണ്ണി പറയുന്നൊരു ദിവസമുണ്ട്. ആ ദിവസം നിന്റെ കരം ബലപ്പെട്ടിരിക്കേണ്ടതിന് വില കൊടുത്ത് ജീവിക്കണം. Better give a price now rather than stand before God and receive his judgment. അതുകൊണ്ട് പൗലോസ് പറയുന്നു, അടുത്തത് യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നു, അടുത്തത് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 43:18. ഞാൻ പറയുന്നതൊക്കെ എൻ്റെ വെളിപ്പാടല്ല, പ്രവാചകന്മാർക്ക് ലഭിച്ച വെളിപ്പാടാ. വായിച്ചാട്ടെ. മുമ്പുള്ളവയെ നീ ഓർക്കേണ്ട. എന്തോ ഒന്നും കൂടി വായിക്കും, ഒന്നും നല്ല കട്ടിക്ക് വായിക്കും സിസ്റ്റർ. മുമ്പിലുള്ളവരെ നിങ്ങൾ ഓർക്കേണ്ട. അതുകൊണ്ട് don't think anything of the past. പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. പണ്ടുള്ളതിനെ കുറിച്ച് നീ ചിന്തിക്കുകയും വേണ്ട. അതിനെ കുറിച്ച് ഒന്നും നീ ചിന്തിക്കരുത്. എല്ലാരും ഒന്ന് പറഞ്ഞേ, വിടാൻ തയ്യാറാണോ? വിടാൻ തയ്യാറാണോന്ന്. പ്രവാചകൻ ചുമ്മാ അല്ലല്ലോ പറയുന്നല്ലേ. വിടാൻ തയ്യാറാകണം, വിടാൻ തയ്യാറാകണം. ലീവ് ഇറ്റ്. അടുത്തത് 19. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും. അപ്പോൾ പുതിയത് വരണമെങ്കിൽ പഴയത്, if you have to receive something new, the old has to go. നിന്റെ ഭവനത്തിനകത്ത് പുതിയത് വരണമെങ്കിൽ പഴയത് പോയെങ്കിലേ ദൈവസ്ഥലം ഒരുക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. വസ്ത്രത്തെക്കുറിച്ചൊന്നും പ്രസംഗിക്കണ്ടല്ലോ ഇവിടെ അല്ലേ. വിശുദ്ധ വസ്ത്ര അലങ്കാരത്താൽ നമ്മളെ അലങ്കരിച്ചിരിക്കുന്ന ദൈവം. ഹല്ലേലൂയ. നമുക്ക് വേണ്ടിയതിനേക്കാൾ അധികം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാ പറയുന്ന വെളിപ്പാട് ഇതാണ്, നിന്റെ അകത്തുള്ള വിഗ്രഹങ്ങളെ നീ എടുത്തു കളയുമ്പോൾ ദൈവം ദൈവത്തിനുള്ളതിനെ അകത്ത് കൊടുന്നിടും. He will make something new when the old has passed away. പഴയത് മാറിപ്പോകണം. പഴയത് കൊണ്ട് നമ്മൾ നടക്കണ്ടേ. ഡോണ്ട് ടേക്ക് ദാറ്റ് കാരേജ്. അടുത്തത് എഫെസ്യ ലേഖനം 4:22-23 വാക്യങ്ങൾ വായിച്ചാട്ടെ. മുമ്പത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച്, സ്തോത്രം, നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച്. എന്തിനു വേണ്ടിയാ? സത്യത്തിന്റെ ഫലമായ നീതിയും വിശുദ്ധിയും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. എന്നിട്ട് ആകയാൽ ഉപേക്ഷിച്ച് ഓരോരുത്തൻ താന്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പീൻ, നാം തമ്മിൽ അവയവങ്ങളല്ലോ. ആമേൻ. 27-ാം വാക്യം എന്താണ്? പിശാചിന് ഇടം കൊടുക്കരുത്. നമ്മുടെ ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പിശാചിന് ഇടം കൊടുക്കരുത്. We belong to Christ. നമ്മൾ കർത്താവിൻ്റെ മക്കളാണെങ്കിൽ ഇതിനകത്ത് ചിന്തിക്കുന്നതും വിചാരപ്പെടുന്നതും ധ്യാനിക്കുന്നതും പ്രാപിക്കുന്നതും എല്ലാം എന്തായിരിക്കണം? ഉയരത്തിലുള്ളതായിരിക്കണം. ബിക്കോസ് അവിടെ നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും കിടക്കുന്നത്. ആമേൻ. അതുകൊണ്ട് എന്ത് കൊടുക്കരുത്? പിശാചിന് ഇടം കൊടുക്കരുത്. സ്തോത്രം. എന്നിട്ട് 30-ാം വാക്യം, നിങ്ങളുടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അടുത്തത് പറയുന്നു, എന്ത് ചെയ്യില്ല? പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ബിക്കോസ് വാഗ്ദത്തം ആരിലാ മുദ്രയിട്ടിരിക്കുന്നത്? പരിശുദ്ധാത്മാവിലാണ് മുദ്രയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് പഴയതിനെ കളയുക, പുതിയതിനെ പ്രാപിക്കുക. ഹല്ലേലൂയ. പഴയതിനെ കുറിച്ച് വിചാരപ്പെടേണ്ട, പുതുത് നമുക്ക് വേണ്ടി ദൈവം വച്ചിരിക്കുന്നു. അതുകൊണ്ട് പിശാചിന് ഇടം കൊടുക്കാതെ, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ നമ്മൾ എന്ത് ചെയ്യണം? ഉന്നത വിളിയുടെ വിരുദെന്തെന്ന് പ്രാപിക്കേണ്ടതിന് നാം നമ്മെ തന്നെ ഒരുക്കുവാൻ തയ്യാറാകുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവം നമ്മളെ എവിടെ കൊണ്ടുപോകുന്നറിയാമോ? യോഹന്നാൻ 3:36 ദൈവം പറയുന്നു, പുത്രൻ നിങ്ങളെ സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വാതന്ത്ര്യത്തിൽ തന്നെ എത്ര. So let us remain in his freedom. ഈ ഏദൻ തോട്ടത്തിൽ അവർക്ക് ഫ്രീഡം ഉണ്ടായിരുന്നോ? പിള്ളേരെടുത്ത് ചോദിക്കാം, ഈ സൈഡ് വേർ ദേ ഇൻ ഫ്രീഡം അല്ലല്ലേ? അത് നിങ്ങൾക്ക് ഏദൻ തോട്ടം അറിയാത്തോണ്ടാ.
അവരോട് എന്താ പറഞ്ഞു? നിങ്ങൾ എല്ലാത്തിന്മേലും ടു റെയിൻ ഓവർ എവരിത്തിങ് അല്ലേ? ദേ ഹാഡ് ഫുൾ ഫ്രീഡം, ഫുൾ അതോറിറ്റി. പക്ഷെ പിശാച് എന്ത് ചെയ്തു? പിശാചിന് ഇഷ്ടപ്പെട്ടില്ല. പിശാച് പറഞ്ഞു, ഓ ഇവർക്കോ ദൈവം എല്ലാം കൊടുത്തെന്നോ, എല്ലാ അധികാരം കൊടുത്തെന്നോ, എന്നെ മേൽ വാഴുവാനുള്ള അധികാരം കൊടുത്തെന്നോ ഞാനിവിടെ നിൽക്കുമ്പോൾ? യെസ്. ഭൂമി എന്തുമായിരുന്നു? പാഴുശൂന്യവുമായിരുന്നു. ഭൂമി എവിടെ ആര് വാണിരുന്നു? പിശാച് വാണിരുന്ന സ്ഥലത്ത് ദൈവം വെളിപ്പെടുവാനിടയായി. ദൈവം പ്രത്യക്ഷപ്പെട്ടു. ദൈവം അതിൻ്റെ ദിവസങ്ങളെ ഉണ്ടാക്കി. 1, 2, 3, 4, 5, 6 ദിവസങ്ങളിൽ ദൈവ സകലത്തെ സൃഷ്ടിച്ചിട്ട് അതിനകത്ത് ദൈവം ആരെ സ്ഥാപിച്ചു? ആദാ ഓയസ് ദൈവം സ്ഥാപിച്ചു. ദൈവം പറഞ്ഞു, നിങ്ങൾ ഇതിന്മേൽ വാഴണം. പിശാചിന് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾ ഒരിടത്ത് എന്ന് നിങ്ങളെ ദൈവം വാഴുവാൻ ഏൽപ്പിച്ചാൽ അടുത്ത് നിൽക്കുന്നവൻ ഇഷ്ടപ്പെടത്തില്ല, അവൻ അകത്ത് കയറാൻ നോക്കും. ഹല്ലേലൂയ. അതാ പറഞ്ഞത്, പിശാചിന് എന്ത് കൊടുക്കരുത്? ഇടം കൊടുക്കരുത്. നീ അനുഗ്രഹിക്കപ്പെടുന്നത്, നീ സമ്പന്നനാകുന്നത്, നിന്റെ തലമുറ മാനിക്കപ്പെടുന്നത് നിനക്ക് സ്തോത്രമായിരിക്കും. പക്ഷെ നിനക്ക് ചുറ്റുമുള്ളവന് സ്തോത്രമല്ല, അത് സൂത്രമാണ്. അതിനെ ബന്ധിക്കുവാൻ, അതിന്മേൽ ജയമെടുക്കുവാൻ ദൈവം നിനക്ക് അധികാരം തന്നതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് പിശാചിന് എന്ത് കൊടുക്കരുത്? ഇടം കൊടുക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു ആഹാരത്തിന് വേണ്ടി ജ്യേഷ്ഠാവകാശം കളയുവാൻ ഇടയാക്കിയെങ്കിൽ ഈ പ്രഭാതത്തിൽ തിരിച്ചറിയണം, ചില അവകാശങ്ങൾ ശത്രു കഴിഞ്ഞ നാളുകൾ നിന്നിൽ നിന്ന് അപഹരിച്ചതിനെ മടക്കിയെടുക്കുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം നിന്നെ അഭിഷേകം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുമ്പോൾ, ആമേൻ, ചിലവരുടെ അവകാശങ്ങൾ, ആമേൻ, ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെടുത്തിയെങ്കിൽ അതിനെ മടക്കി തരുവാൻ ദൈവം ഈ ദിവസങ്ങൾ നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുക. ആമേൻ. പിശാച് എവിടൊക്കെ ഇടം തേടി വന്നതല്ല, നമ്മൾ ഇടം കൊടുത്തതാണ്. അവിടേക്ക് ദൈവം നമ്മളെ ഇന്ന് വിളിച്ചു പറയുകയാണ്, നീ മടങ്ങി വരുവാ സമയമായി, നീ ശ്രേഷ്ഠ മാന്യമായത്. ജ്യേഷ്ഠാവകാശം അവനുള്ളതാ. ആർക്കാ? ഏശാവിനുള്ളതാ. പക്ഷെ എന്തു ചെയ്തു? ഒരു ആഹാരത്തിൻ്റെ പേരിൽ ജ്യേഷ്ഠാവകാശം എഴുതി കൊടുത്തു. ചിലതൊക്കെ എഴുതി കൊടുത്തതുകൊണ്ട്, ചിലത് പിടിച്ചു മാറ്റിയതുകൊണ്ട്. പരിശുദ്ധാത്മാ പറയുകയാണ്, ഇറ്റ് ഈസ് ദ ടൈം ഫോർ റിഡംഷൻ. ചിലതൊക്കെ എടുത്ത് കളഞ്ഞതാ, ചിലതൊക്കെ എടുത്ത് മാറ്റിയതാ, അവൻ ചിലതൊക്കെ അപഹരിച്ചതാ, നിന്നിൽ നിന്ന് അപഹരിച്ചതാ. ഓ അവൻ കെണിയിൽ പെട്ടതാ. ഓ റബഹസന മനഹന്തനെ, ഇന്ന് ആ കെണിയുടെ കെട്ടഴിഞ്ഞു മാറുവാൻ ആത്മാവ് തുറക്കുന്നതിനാൽ ആ കെണിക്കകത്ത് കിടന്ന് നീ കുരുങ്ങുവാനല്ല, യാക്കോബേ നീ പുറത്തു വാ. ജീസസ്, ആമേൻ. ആ കെണിക്കകത്ത് കിടന്ന് ഏശാവ് അവസാനം ചോദിച്ചു, അപ്പാ എനിക്കൊരു അനുഗ്രഹം ശേഷിച്ചില്ല എന്നല്ലേ? ചിലതൊക്കെ പ്രാപിച്ചത് നഷ്ടപ്പെടാൻ ഒരു നിമിഷം മതി. പിശാചിന് ഇടം കൊടുക്കരുത്. ഉന്നത വിളിയാലുള്ള വിളി ഇതെന്ന് തിരിച്ചറിഞ്ഞ് ആമേൻ നാം നമ്മെ തന്നെ ഈ ദിവസങ്ങൾ ഒരുക്കുമ്പോൾ, ഹല്ലേലൂയ, അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. ജീസസ്, God said, I will make you a great nation. പക്ഷെ നീ ഇതിനകത്തൊന്നും പെടരുത്. പക്ഷെ അബ്രഹാം എന്ത് ചെയ്തു? ഒരു കെണിയിൽ നിന്ന് അടുത്ത കെണിയിലേക്ക്, ആ കെണിയിൽ നിന്ന് അടുത്ത കെണിയിലേക്ക്. ആമേ, സാറായുടെ ഗർഭം അടച്ചത് എന്താണ്? കെണികൾ പെടാതിരിക്കേണ്ടതിന്. വാഗ്ദത്ത തലമുറ സാറയിൽ നിന്ന് തന്നെ വെളിപ്പെടേണ്ടതിന് ദൈവം അവളുടെ ഗർഭത്തെ അടച്ചത്. ഇന്ന് ചിലത് അടഞ്ഞിരിക്കുന്നതിന് സ്തോത്രം ചെയ്യണം. ദൈവം അതിനെ മറച്ചത്. I cannot preach more than this. ദൈവം ചിലതൊക്കെ മറച്ചതാ. നീ കെണിയിൽ പെടാതിരിക്കേണ്ടതിന്, നീ നിന്റെ തലമുറയിൽ ചില കെണിയിൽ പെടാതിരിക്കേണ്ടതിന് അവൻ നിന്നെ മറച്ചതാ. He said no when you cried yes. നീ പറഞ്ഞതാ, നീ പ്രാർത്ഥിച്ച കർത്താവേ എനിക്ക് തന്നില്ലെങ്കിൽ ഞാൻ നിന്നെ അനുഗമിക്കത്തില്ലെന്ന് പറഞ്ഞതാ. ഓ, അങ്ങനെ പ്രാർത്ഥിച്ചവരോട് ആത്മാ പറയുന്നു, ആമേൻ, അത് തുറക്കാഞ്ഞതിനാൽ നീ സ്തോത്രം ചെയ്യണം, കെണിയിൽ പെടാതിരിക്കേണ്ടതിന്. ചിലതൊക്കെ ദൈവം മറച്ചതാ. He protected us. നമ്മൾ മനസ്സിലാക്കണം, അനുഗ്രഹം ദൈവം തരുമാൻ വാഗ്ദത്തം ചെയ്തെങ്കിൽ കെണിയിൽ പെടാതിരിക്കുന്നതും ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. Amen. He will not only bless us, not only reward us, but he will also protect us. പ്രൊട്ടക്ഷൻ ഇല്ലാതെ, ആമേ, നമ്മൾ ഇതിലെ നന്മ വേണമെന്ന് പറയല്ലേ. ചിലർ പറയും, ഇങ്ങനെ നോക്കിയിട്ട് പറയും, എൻ്റെ കൈ ഓട്ടക്കയ്യ, വരുന്നതെല്ലാം അങ്ങനെ പോകും.
വരുന്നതൊക്കെ പോകാതിരിക്കേണ്ടതിന് ആര് കാക്കണം? യഹോവ കാക്കണം. യഹോവ കാക്കണം. യഹോവ കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാവ് ജാഗരിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാവ് ജാഗരിക്കുന്നു. നിങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ച് കടന്നു വന്നെങ്കിലും പ്രതിഫലം തരുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. യെശയ്യാ-പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം 22-ാം വാക്യം. ഈ ജാതി എന്ന് പറഞ്ഞത് എന്തുവാ? വായിക്കാം. കുറഞ്ഞവർ ആയിരവും ചെറിയവൻ മഹാജാതിയുമായി തീരും. യഹോവയെ ഞാൻ തക്ക സമയത്ത് അതിനെ ശീഘ്രമായി നിവർത്തിക്കും. സ്തോത്രം. കുറഞ്ഞവർ ആയിരവും ചെറിയവർ മഹാജാതിയുമായി തീരും. അപ്പം ഈ ജാതി ആകണമെങ്കിൽ ഒത്തിരി വേണ്ട, ചെറിയവരെ ദൈവം മഹാജാതിയാക്കി തീർക്കും. ഐ ബിലീവ് ഇൻ ദാറ്റ് പ്രോമിസ്. ഒത്തിരി കൊണ്ടൊന്നുമല്ല, ദൈവം ചെറിയവരെ കൊണ്ട്, ഒരു കൂട്ടത്തെ കൊണ്ട് ദൈവം അത്ഭുതങ്ങളെ ചെയ്യിപ്പിക്കും. നമ്മൾ മനസ്സിലാക്കണം. ആമേൻ. 1000-ങ്ങളെയും കുറഞ്ഞവരായിരവും ചെറിയവർ മഹാജാതിയും ആയിത്തീരും. ഇത് ദൈവം എപ്പോഴാ പറയുന്നത്? ബാബിലോൺ അടിമനുഖത്തിൽ ആമേൻ ആലയം തകർന്നു കിടക്കുമ്പോൾ ഒന്നും ശേഷിപ്പില്ലാതെ ആമേൻ ഹല്ലേലൂയ സകലതും ഇനി ഉണ്ടാകുകയില്ലെന്ന് ആമേൻ ബാബിലോൺ രാജാവും അതിനു ചുറ്റുമുള്ള എല്ലാ രാജാക്കന്മാരും ആമേൻ വെല്ലുവിളിച്ചു നിൽക്കുമ്പോൾ ദൈവം വിളിച്ചു പറയുക, ഞാൻ ഒന്നിനെ കൊണ്ട് 1000-ങ്ങളെ തോൽപ്പിക്കുന്ന ദൈവമാണ്. ഞാൻ ഒരു കൂട്ടം ജനത്തെ കൊണ്ട്, ചെറിയവരെ കൊണ്ട് അവൻ മഹാജാതിയാക്കി തീർക്കുന്ന ദൈവമാ. എൻ്റെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. പഴയ നിയമത്തിൽ ജാതി എന്ന് പറയുന്നത് ഒരു കൂട്ടം ജനമാണെങ്കിൽ, പുതിയ നിയമത്തിൽ ഇതെന്താണ്? ഇതാണ് നമ്മളുടെ ഇന്നത്തെ വിഷയം. പഴയ നിയമത്തിൽ ജാതി എന്ന് പറയുന്നത്, എ നേഷൻ എന്ന് പറയുന്ന, അബ്രഹാം എന്ന ഒരുവനിൽ നിന്ന് ദൈവം ഒരു സമൂഹത്തെ ഉണ്ടാക്കി, ഒരു രാജ്യത്തെ ഉണ്ടാക്കി, ഒരു കൂട്ടം ജനത്തെ ഉണ്ടാക്കി. ആരെ റിസീവ് ചെയ്യാൻ? യേശുവിനെ റിസീവ് ചെയ്യാൻ, അല്ലേ? പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുതിയ നിയമം എന്താണ്? ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് ഫ്ലഷ് ആൻഡ് ബ്ലഡ്. പരിശുദ്ധാത്മാവ് ഭക്ഷണവും പാനീയവുമല്ല. പക്ഷേ പരിശുദ്ധാത്മാവ് ആമേൻ എന്താണ്? പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എന്താണ്? ഇറ്റ് ഇസ് കോൾഡ് ദ ചർച്ച്. പുതിയ നിയമത്തിൽ, ഇൻ ദ ന്യൂ ടെസ്റ്റ്മെന്റ്, ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് എ നേഷൻ, ഇറ്റ് ഇസ് അബൌട്ട് ദൈവസഭ, മണവാട്ടി സഭ. അതിനെ ഒരുക്കുവാനാണ് കർത്താവ് വന്നത്. ആമേൻ. പഴയ നിയമത്തിൽ യേശു വെളിപ്പെട്ടത് യഹൂദന്മാരുടെ മധ്യേ മാത്രം വെളിപ്പെട്ടു. രക്ഷകനാരെന്ന് വെളിപ്പെടേണ്ടതിന് അവർക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ടെങ്കിൽ ആമേൻ അവനിൽ മാത്രമല്ല ജാതികൾക്കും യേശു എന്തുമായി തീർന്നു? വെളിച്ചമായി തീർന്നു. എന്തിനു വേണ്ടിയാ? ഈ രാജ്യം എന്ന പദത്തെ മാറ്റി ദൈവം അതിന് പകരം പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. പുതിയ നിയമത്തിലേക്ക് യേശു വന്നതിന് ശേഷം, അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞ് യഹൂദന്മാരുടെ രക്ഷ എന്നേ ഉണ്ടാകത്തുള്ളൂ, കർത്താവൊക്കെ വന്നു കഴിഞ്ഞിട്ടേ ഉണ്ടാകത്തുള്ളൂ. പക്ഷെ സഭ എടുക്കപ്പെടും. ഹോ, വെളിപ്പാട് മനസ്സിലാക്കണം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. വെളിപ്പാട് നമ്മുടെ അകത്ത് കയറണമെന്ന്. ആമേൻ. കർത്താവ് ഇനിയും വരുന്നത് ഇസ്രായേലിനെ എടുക്കാനല്ല, തൻ്റെ സഭയെ ചേർക്കപ്പെടാനാ, തൻ്റെ മണവാട്ടിയെ ചേർക്കുവാനാ. ദൈവത്തിന് മുമ്പിൽ ദൈവത്തിനൊരു വെളിപ്പാടേ ഉള്ളൂ. ഒരു ജാതിയെ ദൈവം ഉണ്ടാക്കി, ഒരു സമൂഹത്തെ ദൈവം ഉണ്ടാക്കി. എന്തിനാ? ആര് വെളിപ്പെടാനാ? യേശു വെളിപ്പെടാൻ. ആ യേശു പ്രത്യക്ഷപ്പെട്ടത് അവരുടെ മാത്രം വീണ്ടെടുപ്പിനല്ല, ജാതികളുടെ വീണ്ടെടുപ്പിനായി തന്നെ. ആമേൻ. ജാതികൾക്കും അവൻ വെളിച്ചമായി തീരേണ്ടതിന് യേശു പ്രത്യക്ഷപ്പെട്ടു. കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു, യാഗമായി അർപ്പിച്ചു. അവനെ വിശ്വസിക്കുന്ന ഏവനെയും ദൈവ മകനാക്കി തീർക്കുവാൻ ദൈവം കൃപ നൽകിയെങ്കിൽ, കർത്താവ് പത്രോസിനോട് ചോദിച്ചു, നീ എന്നെ കുറിച്ച് എന്താ പറയുന്നു? പലരും പറയുന്നു ഞാൻ ഏലിയാവാണെന്ന്, ഞാൻ പ്രവാചകനാണെന്ന്. പക്ഷെ നീ എന്താ എന്നെ കുറിച്ച് പറയുന്നു? മത്തായി സുവിശേഷം 15:16 മുതൽ, അല്ല സോറി 16:15 മുതൽ. സോറി. നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. സ്തോത്രം. യേശു അവനോട്, ബർയോനാ ശിമോനെ,
നീ ഭാഗ്യവാൻ. നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവ് അത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവ് അത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. നമ്മൾ മനസ്സിലാക്കണം, സ്വർഗസ്ഥനായ പിതാവിന്റെ മാസ്റ്റർ പ്ലാനിലായിരുന്നു ആരുള്ളത്? അബ്രഹാം ഉണ്ടായിരുന്നു, അല്ലേ? ഒരു സമൂഹത്തെ പണിതെടുത്ത് ഈ ജനം 400 സംവത്സരം ഫറവോന്റെ അടിമനുഖത്തിലിരിക്കും. അവിടെ ഇവർ പെരുകും, ഗോത്രങ്ങളാക്കി ഇവരെ തീർത്ത്, ഇവരെ ഒരു കുടുംബത്തിൽ നിന്ന് തുടങ്ങിയതിനെ ഗോത്രങ്ങളാക്കി 12 ഗോത്രങ്ങളാക്കി എവിടെ കൊണ്ടുവന്നു? മരുഭൂമിയിൽ 40 വർഷം നടത്തി. വിശ്വസിക്കുന്ന ഏവനെയും രക്ഷിക്കുന്നത് പോലെ വിശ്വസിച്ചവനെ മാത്രം എവിടെ കയറ്റി? വാഗ്ദത്ത ദേശത്ത് കയറ്റി. അവരെ കൊണ്ടുവന്ന് വാഗ്ദത്ത ദേശത്ത് ഉറപ്പിച്ചു. ഹല്ലേലൂയ. ദാവീദ് എന്ന രാജാവിൽ കൂടെ അവൻ്റെ മകനായ ശലോമോനിൽ കൂടെ ദൈവത്തിൻ്റെ ആലയത്തെ പണിതു. അതിനെ പിന്നെ ബാബിലോണിന്റെ കാലത്ത് അവർ പൊളിച്ചു, തിരിച്ച് മടക്കി പണിതു. അതിൻ്റെ മതിലുകളെ പണിതു. എന്തിനു വേണ്ടി? കർത്താവിൻ്റെ വരവാസനമായിരുന്ന ആ ഇരുട്ടിൻ്റെ 400 സംവത്സരങ്ങൾ നമ്മുടെ മുമ്പിൽ മലാഖിക്ക് ശേഷം ഇരുട്ടിന്റെ 400 സംവത്സരം കഴിഞ്ഞിട്ട് യേശു പ്രത്യക്ഷപ്പെട്ടത് എന്തിനു വേണ്ടിയാണ്? ദൈവം ജാതികൾക്ക് ചിലത് തുറന്ന് തരേണ്ടതിന്, പിതാവിന് ഇഷ്ടം തോന്നി എന്ന് പറയേണ്ടതിന്. അവിടെ ഹല്ലേലൂയ യേശു പറഞ്ഞു. ഹല്ലേലൂയ. എന്താണ്? ഇത് പിതാവ് വെളിപ്പെടുത്തിയതാ. നമ്മൾ മനസ്സിലാക്കണം, ഇത് പിതാവ് വെളിപ്പെടുത്തിയതാ. പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ യേശു വന്നെങ്കിൽ ഈ പ്രഭാതത്തിൽ നമ്മൾ തിരിച്ചറിയണം, ആ വെളിപ്പാട് തരുന്ന ആ പിതാവിന് സ്തോത്രം ചെയ്തുകൊണ്ട് യേശു പറഞ്ഞു. എന്താ പറഞ്ഞത്? വായിച്ചേ അതൊന്നും കൂടി. നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവ് അത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. സ്തോത്രം. എന്നിട്ട് അടുത്തത്, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അപ്പോൾ പഴയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ അവൻ നിന്നെ വലിയൊരു ജാതി ആക്കുമെന്ന് പറഞ്ഞു. പുതിയ നിയമത്തിൽ എങ്ങും പറഞ്ഞിട്ടില്ല നിന്നെ വലിയൊരു ജാതി ആക്കുമെന്ന്. ദൈവം പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. ഹല്ലേലൂയ. ദൈവസഭയ്ക്ക് എന്തില്ല? ബൗണ്ടറികളില്ല. പഴയ നിയമത്തിന് യഹൂദന്മാരെന്നുള്ളൊരു ബൗണ്ടറി ഉണ്ട്. പുതിയ നിയമത്തിലെ വിശുദ്ധന്മാർക്ക് ബൗണ്ടറി ഇല്ല. ജാതി എന്നില്ല, ഭാഷ എന്നില്ല, വംശം എന്നില്ല, എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ദൈവസഭ. പറഞ്ഞാട്ടെ, ദൈവസഭ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നതിനാ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ സഭയോട് ചേർന്ന് നിൽപ്പാനാ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. കർത്താവ് ആമേൻ ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നു, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? അപ്പോൾ പിശാചിന് ഇഷ്ടമില്ലാത്തത് എന്താണ്? നിങ്ങൾ സഭയോട് ചേർന്ന് നിൽക്കുന്നത്. The devil never wants you to be part of a church, especially the church, the divine church, the promise of God. അപ്പോൾ ദൈവസഭയോട് ചേർന്നിരിക്കുമെങ്കിൽ പിശാചിന്റെ തന്ത്രം ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. The devil will wake up. അതുവരെ അനങ്ങാതിരുന്ന പിശാചെല്ലാം എഴുന്നേറ്റ് വരും. അതുവരെ ഒന്നും ചെയ്യാതിരുന്നതൊക്കെയും എഴുന്നേറ്റ് വരും. എന്താണ്? പാതാള ഗോപുരം നിന്നെ വിഴുങ്ങേണ്ടതിന്, പാതാളം നിന്നെ വിഴുങ്ങേണ്ടതിന് വെയിറ്റ് ചെയ്തിരുന്നതാ. അവിടുന്ന് ദൈവം നിന്നെ പിടിച്ചങ്ങ് കൊണ്ടുപോയി. നിന്നെ രക്ഷയിലേക്കും നിന്നെ മാനസാന്തരത്തിലേക്കും രക്ഷയിലേക്കും സ്നാനത്തിലേക്കും വന്ന് ക്രിസ്തുവിനെ ധരിച്ചവനായി നീ പുറത്തിറങ്ങിയപ്പോൾ heaven lost a person. പക്ഷെ സ്വർഗം സന്തോഷിച്ചു. ഇന്ന് തിരിച്ചറിയണം, സ്വർഗം സന്തോഷിക്കുക മാത്രമല്ല, സ്വർഗം നിന്നെ കൊണ്ട് ചിലത് പണിയുവാൻ ഏൽപ്പിക്കുന്നതാ ദൈവസഭ. ആമേൻ. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തന്നിട്ട് പോകുന്നല്ലേ. ഞാൻ നിനക്ക് ഈ ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ മനസ്സിലാക്കണം, വി ഓൾ ഹാവ് അതോറിറ്റി ഇൻ ക്രൈസ്റ്റ്. ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ ഭവനത്തിൻ്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നീ അറിയാതെ തന്നെ നിന്റെ കൂട്ടുകാർക്ക് നീ അനുഗ്രഹമായി തീരുകയാണ്. നിന്റെ കൂട്ടുകാർക്ക് നീ നന്മയായി തീരുകയാണ്. നീ ഒരു അനുഗ്രഹം പ്രാപിച്ചാൽ നീ മിണ്ടാതിരിക്കത്തില്ല. നീ പോയി പറയടാ, മോനെ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ദൈവം നിനക്ക് വിടുതൽ തരും. അല്ലെങ്കിൽ അവരോട് കൂടി ഇരുന്ന് പ്രാർത്ഥിപ്പാൻ ദൈവം നിന്നെ ബലപ്പെടുത്തും. ആമേൻ. നീ നന്മ കാണാൻ തുടങ്ങിയാൽ പലരും നന്മ കാണാൻ തുടങ്ങും. നീ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങിയാൽ ഈ ഹല്ലേലൂയ, ഈ അഹരോന്റെ മേൽ പകർന്ന അഭിഷേക തൈലം എന്തു പറ്റി? അവനിൽ മാത്രം നിന്നോ? ഇല്ല, അത് ഒഴുകി. നമ്മുടെ ജീവിതത്തിൽ ഒരു ബ്രേക്ക് ത്രൂ വരുമ്പോൾ നമ്മളോട് ബന്ധപ്പെട്ടവർക്കെല്ലാം അതിൻ്റെ ഇമ്പാർട്ടേഷൻ ഉണ്ടാകുമെന്ന് മനസ്സിലാകണം.
ആമേൻ. പരിശുദ്ധാത്മാവ് നിന്നെ മാത്രമല്ല വിടുതലിനകത്തേക്ക് എത്തിക്കുന്നത്, ചിലവരെ നീ കൈപിടിച്ച് ഇതിനകത്തേക്ക് കയറ്റാൻ ദൈവം നിന്നെ ബലപ്പെടുത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. ആമേൻ. ഞാൻ തളർന്നിരുന്നവനായിരുന്നു, എന്നാൽ യഹോവ എന്നെ കൈപിടിച്ച് അധികാരമുള്ള നാമത്തിൽ ചിലവരെയൊക്കെ കൈപിടിച്ച് ഉയർത്തുന്ന ദൈവകൃപ സഭയ്ക്കകത്ത് ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. ഭക്തന്മാരെ എഴുന്നേൽപ്പിച്ചതുപോലെ അഭിഷേകത്തോടെ ചിലവരെ എഴുന്നേൽപ്പിച്ച, ഓ ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ആലയത്തിന്റെ തൂണുകളാക്കി വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന പോലെ നീ ദൈവത്തിന്റെ സഭയുടെ തൂണുകളാക്കി. ദൈവം നിന്നെ ഉറപ്പിക്കുന്ന ദൈവത്തിന്. യെസ്, ആമേൻ. അതുകൊണ്ട് പുതിയ നിയമത്തിനകത്തേക്ക് നമ്മൾ വരുമ്പോൾ ദൈവം പറയുന്നു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. ഞാൻ നിനക്ക് എന്തോ തരുന്നു? സ്വർഗരാജ്യത്തിന്റെ താക്കോൽ. The keys to the kingdom of എന്താണ്? heaven, അല്ലേ? keys to the kingdom of heaven. അപ്പോൾ ഒരു കീ അല്ല, വാക്ക് ശ്രദ്ധിക്കണം, ഒരു കീ അല്ല, പല താക്കോലുകളുണ്ട്. ഇത് തന്നെ വലിയൊരു വിഷയമാണ്, അവിടെ കിടക്കട്ടെ, ഇപ്പം അങ്ങോട്ട് പോകണ്ട. So in heaven there is not only one key, there are keys. പല താക്കോലുകൾ നിന്നെ കൈമാറുവാൻ. നമുക്ക് ഒരു താക്കോല് കിട്ടിയ സ്തോത്രമല്ലേ? യെസ്, ഓഫ് കോഴ്സ്. ദൈവം താക്കോലുകളെ കൈമാറും. താക്കോലുകൾ പറഞ്ഞാട്ടെ, താക്കോലുകൾ കൈമാറും. ഈ വെളിപ്പാടിനകത്തോട്ട് കയറിക്കാട്ടെ. നിനക്ക് താക്കോലുകൾ ദൈവം കൈമാറാനിരിക്കുമ്പോൾ ആമേ, സ്വർഗത്തിലുള്ളതിനെ മുറുകെ പിടിച്ചാട്ടെ എന്ന് പറഞ്ഞാട്ടെ. മുറുകെ പിടിച്ചാട്ടെ. താക്കോലുകളെ തരുന്ന ദൈവം. ഓ ഹല്ലേലൂയ. നക്ഷത്രങ്ങളെയും അതിലുള്ളതിനെല്ലാം പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം പറയുകയാണ്, ഞാൻ നിനക്ക് താക്കോല് തരികയാണ്. ഏത് താക്കോലുകൾ? ആമേ, സ്വർഗത്തിൻ്റെ താക്കോലുകളെ നിന്നിലേക്ക് കൈമാറുന്ന ദൈവം, ആ അധികാരത്തിൻ്റെ കൈമാറുന്ന ദൈവം. എന്നിട്ട് ദൈവം പറയാണ്, പത്രോസിനോട് പറയാണ്, ഹല്ലേലൂയ, സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ ഞാൻ നിനക്ക്. സ്തോത്രം. മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കേതാ? താക്കോൽ. പക്ഷെ ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്ന പദമോ? താക്കോലുകൾ. He has given you keys. ദൈവം ചിലതൊക്കെ ആമേൻ, നീ ഇതുവരെ കണ്ടതിനേക്കാൾ അധികം ദൈവം ചിലത് തുറക്കാൻ പോകുന്നതിനാൽ. ഓഹോ ഷാബാറഹതന. സോഫ്റ്റായിട്ട് റിസീവ് ചെയ്താൽ മതി, എല്ലാം ഒന്ന് ഹാർഡായിട്ട് റിസീവ് ചെയ്യണ്ട. ഹല്ലേലൂയ. എന്തിനാ? നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടണം. നിനക്ക് ഇതുവരെ നിനക്ക് വേണ്ടി തുറക്കാത്തത് ചിലത് തുറക്കുവാനുള്ള താക്കോൽ ഇന്ന് കർത്താവ് കൈ തരികയാണ്. ചിലതൊക്കെ തുറക്കുകയാണ്. എന്തിനാ? ആമേൻ, അങ്ങയുടെ സഭയെ പണിയേണ്ടതിന് അവൻ തുറക്കുകയാണ്. നിന്നെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ നീ സഭയെ അനുഗ്രഹിക്കുന്നവനാ. നീ അനുഗ്രഹിക്കപ്പെടുമ്പോൾ, നീ വിടുതൽ പ്രാപിക്കുമ്പോൾ സഭ അനുഗ്രഹിക്കപ്പെടുകയാ. ഏത് സഭ? ഹല്ലേലൂയ, കർത്താവിന്റെ ശരീരം. ആമേൻ, ശരീരം അനുഗ്രഹിക്കപ്പെടുകയാണ്. He is giving you the keys to the kingdom of heaven for you to open. ചിലത് അഴിക്കേണ്ടതിന്, ചിലത് തുറക്കേണ്ടതിന്. പറഞ്ഞാട്ടെ, ചിലത് അഴിക്കേണ്ടതിനും ചിലത് തുറക്കേണ്ടതിനും. ഇതുവരെ രാജ്യം പണിതുകൊണ്ടിരുന്നവനോട്, ആമേൻ, ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, യേശു പറയുകയാണ്, ശിഷ്യന്മാരോട് പറയുകയാണ്, ശിഷ്യന്മാരായ യഹൂദന്മാർ അവരോട് പറയുകയാണ്, നീ ഇതുവരെ ജാതികളിൽ നിന്ന് വെളിച്ചം കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ അവർക്കും വാതിലുകളെ തുറക്കുന്ന ദൈവമാണ്. ചിലതൊക്കെ നീ ഇതുവരെ കാണാത്ത വാതിലുകൾ നിന്റെ മുമ്പിൽ തുറക്കുന്നതിന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. നിനക്ക് ഇതുവരെ തുറക്കാത്ത ചില വാതിലുകളുടെ താക്കോലിന്ന് ദൈവം കൈമാറുന്നു. നീ ഇതുവരെ ചോദിച്ചില്ല, പക്ഷെ ദൈവം ചിലത് തരാൻ പോകുന്നതിനാ. ആമേൻ. താക്കോലുകളെ കൈമാറുന്ന ദൈവം. എന്തിനാ? ഭൂമിയിൽ കിട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടണം, ഭൂമിയിൽ അഴിക്കുന്നത്. സോ there is something supernatural. There is something supernatural. ഈ വെളിപ്പാടോടെ നിങ്ങൾ എന്ത് ഇവിടെ നിന്ന് തുറക്കുന്നോ അത് സ്വർഗത്തിൽ സംഭവിക്കണം. എന്ന് വെച്ചാൽ ദൈവം നിങ്ങൾക്ക് ചില അധികാരം കൈമാറിയിട്ട് പറയുകയാണ്, പത്രോസിനോട് പറയുകയാണ്, ഈ വെളിപ്പാട് നിന്റെ അകത്തുണ്ടല്ലോ, ഈ വെളിപ്പാട് മതി ചിലത് തുറക്കേണ്ടതിന്. നമ്മൾ ഒരിക്കൽ, കർത്താവ് എനിക്ക് അതിനുള്ള കൃപയില്ല. ഇല്ല, കൃപയില്ലെന്ന് നീ പറഞ്ഞിരുന്നോ, പക്ഷെ നീ പറയണം, എനിക്ക് താക്കോൽ തന്ന ദൈവത്തിന്റെ വെളിപ്പാട്. ഈ വെളിപ്പാടിനകത്ത് നിന്ന് പറയണം, ഞാൻ ചിലത് തുറക്കുകയാണ്. ഓ, ആർക്ക് തുറക്കണമെങ്കിൽ ഇന്ന് ഈ നിമിഷം തുറന്നാട്ടെ.
നീ നിന്റെ കുടുംബത്തിന് വേണ്ടിയതാ, നിന്റെ ഭവനത്തിന് വേണ്ടിയതാ. ദൈവം തുറക്കട്ടെ എന്ന്. ശാന്തമായി നീ തുറക്ക. ഞാൻ 1 മിനിറ്റ് തരാൻ പോകുക, നീ തുറക്കതിനെ. ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ, ഞാനത് തുറക്കുകയാണെന്ന് പറഞ്ഞാട്ടെ. ഐ ആം ഓപ്പണിംഗ് ഇറ്റ് ഇൻ ജീസസ് നെയിം. ഞാനത് തുറക്കുകയാ. ഓ, ശത്രു അടച്ചത് ഞാൻ തുറക്കുകയാ. ജ്യേഷ്ഠാവകാശം മടക്കി പ്രാപിക്കുക. Who is it God speaking to? ചില ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെട്ടവരിവിടെ ഉണ്ട്. പരിശുദ്ധാത്മാ വിളിച്ചു പറയുന്നു, നിനക്കത് മടക്കി തരാൻ പോകുക. ഓ ഹോ ഹോ ശമഹസന. ചില അവകാശങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട്, അത് മടക്കി തരിക. ദൈവം പറയുക, ഇത് തുറക്കുന്ന. ചിലത് തുറന്ന് പ്രാപിക്കുക. ചിലത് കെട്ടിയിട്ടതാ, ചിലത് ഒതുക്കിയിട്ടതാ, ചിലത് വരച്ചു വെച്ചതാ. ചിലതിനോട് അതിരിട്ട് പറഞ്ഞതാ, ഇതിനപ്പുറം നീ പോകരുതെന്ന്. ഇന്ന് കെട്ട് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അഴിക്കുന്നു. ചില അതിരിട്ടതിനോട് ഞങ്ങൾ പറയുക, നീ വരട്ടെ. യെസ്. ചിലതിനോട് അതിരുകളോടെന്ന് പറയുക, ചില അതിരുകളോട് പറയുന്നു. ആമേൻ. ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെട്ടതിനെ ദൈവം മടക്കി തരിക. ചില സ്ഥാനങ്ങൾ ദൈവം, ചില സ്ഥാനങ്ങൾ, നഷ്ടപ്പെട്ട സ്ഥാനങ്ങൾ മടക്കി തരിക ദൈവം. നീ ചിലതിനെ അഴിക്കുക. ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോകുക. അബ്രഹാമിനോട് 3-ാം വാക്യം ഉൽപ്പത്തി 12:3 പറയുന്നു, എന്താണ്? ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും. അവിടെ നിന്നാ മതി. സ്തോത്രം. അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ട നമ്മൾ അനുഗ്രഹിക്കേണ്ടി വരാ. പറഞ്ഞാട്ടെ, അനുഗ്രഹം എന്നോട് കൂടെ പറയണം. അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ട നമ്മൾ എന്ത് ചെയ്യണം? അനുഗ്രഹിക്കണം. ഓ അല്ലേ? ഞാനും നമ്മളും എല്ലാവരും എന്താണ്? ദൈവം അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് അനുഗ്രഹിച്ചാട്ടെ. അടുത്തിരിക്കുന്നവനോട് കൈ തൊട്ടെന്ന് പറഞ്ഞാട്ടെ, അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. ഐ ബ്ലെസ് യു. ആമേൻ. ദൈവം നിന്നെ അനുഗ്രഹിക്കും. ആമേൻ. അടുത്തിരിക്കുന്നവനെ അനുഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ചുറ്റുമുള്ളവനെ ഒന്ന് അനുഗ്രഹിച്ചാട്ടെ. കരമുയർത്തിയെന്ന് അനുഗ്രഹിച്ചാട്ടെ. ഓ ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ആമേൻ. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവനാ, നീ അനുഗ്രഹിക്കണം. ദൈവം അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടെങ്കിൽ പിശാച് അടങ്ങിയിരിക്കുമോ? അടങ്ങിയിരിക്കത്തില്ല. അതുകൊണ്ട് അടുത്തത് പറഞ്ഞത്, നിന്നെ ശപിക്കുന്നവനെ. സ്തോത്രം. നീ അനുഗ്രഹിക്കപ്പെടുമ്പോൾ പിശാച് അടങ്ങിയിരിക്കത്തില്ല. ആരെയും കൊണ്ട് എന്ത് ചെയ്യും? മിണ്ടുന്നില്ല. അടങ്ങിയിരിക്കോ? നീ അനുഗ്രഹിക്കപ്പെടുമ്പോൾ ആരെങ്കിലും അടങ്ങിയിരിക്കോ? എടാ, നിനക്ക് എങ്ങനെയാണ് ഇത്രയും മാർക്ക് കിട്ടിയത്? നീ എത്ര പഠിക്കുന്നുണ്ടോ? നീ എങ്ങനെ ഇതൊക്കെ ഒപ്പിച്ചു? അല്ലേ? അവർക്കെല്ലാം അറിയണം. സ്തോത്രം. അതെ അച്ഛാ, സ്തോത്രം. സത്യമാ. നീ എങ്ങനെയാ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത്? അല്ലേ അച്ഛാ? ഈ പ്രായത്തിൽ അച്ഛൻ ഇവിടെ എങ്ങനെയാ വന്നത്? സ്തോത്രം. അവൻ ഈ പ്രായത്തിൽ പലരും മൂക്കും പഞ്ഞി വെച്ച് കയറിപ്പോയതാ, ഇപ്പോഴും ഇവിടെ കിടപ്പുണ്ട്. എന്തു അച്ഛാ ഇത്? സ്തോത്രം. കർത്താവ് അനുഗ്രഹിച്ചാ ഇങ്ങനാ. ഹല്ലേലൂയ. ശത്രു ചോദിക്കുന്നവരോട് പറയണം, യഹോവ അനുഗ്രഹിച്ച ഇങ്ങനാണെന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പലരും കട അടച്ചു പോയതാ. ഹല്ലേലൂയ. എന്നാൽ ദൈവം നിർത്തിയത് കൃപയാലാണ്. അപ്പോൾ കർത്താവ് ആമേൻ അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ ശപിക്കുന്നവനെ വിട്ടേക്ക്. നമ്മൾ അതിനകത്ത് പോകണ്ട. അത് അപ്പന് കൊടുത്താൽ മതി. നിനക്കെതിരെ പറയുന്നവന് ആർക്ക് കൊടുത്താൽ മതി? അപ്പന് കൊടുത്താൽ മതി. അപ്പൻ അത് കൈകാര്യം ചെയ്തോളും. അതിനെക്കുറിച്ച് നീ ചിന്തിക്കണ്ട. നിന്നോട് പറയുന്നവനോട്, നിന്നോട് എതിർപ്പ് പറയുന്നവനോട്, നിനക്കെതിരെ വരുന്നവനോട് നീ എത്ര പറഞ്ഞാലും അവന് മനസ്സിലാകത്തില്ല. അവന് മനസ്സിലാകത്തില്ല. ഇത് ജ്ഞാനികൾക്ക് കിട്ടുന്നതല്ല, കൃപയുള്ളവന് കിട്ടുന്നതാ. ഈ അനുഗ്രഹം കൃപയുള്ളവന് കിട്ടുന്നതാ. ഈ നന്മ കൃപയുള്ളവന് കിട്ടുന്നതിനാകെ സ്തോത്രം ചെയ്താട്ടെ. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ വിധിക്കുവാൻ വിളിക്കപ്പെട്ടവരല്ല, നമ്മൾ ദൈവത്തിൻ്റെ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാ. ഈ ജനത്തെ നോക്കിയാണ് പത്രോസ് ഒരു കാര്യം പറഞ്ഞു. സഭയുടെ വിഷയമാണ് ഞാൻ ഇത് വരുന്നത് കേട്ടോ. സഭയ നമ്മൾ
നമ്മളത്തില്ല നേഷൻ വിട്ട് നമ്മൾ ചർച്ചിലേക്കാണ് വന്നിരിക്കുന്നത്. സഭയ്ക്കകത്ത് ഹല്ലേലൂയ പൗലോസ് ഒരു വെളിപ്പാട് പറയുന്നു. എന്താണ്? 1 കൊരിന്ത്യർ പുസ്തകം 1 കൊരിന്ത്യർ 3:6 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവം അത്രേ വളരുമാറാക്കിയത്. പറയണം, എന്തുവാ? ദൈവം വളരുമാറാക്കി. പലരും പ്രാർത്ഥിച്ചതാ, പലരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാ, അല്ലേ? ആമേൻ. ഒരാളാണോ പ്രാർത്ഥിച്ച? പലരും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച, പലരും നമുക്ക് വേണ്ടി അധ്വാനിച്ചതാ. വളരുമാറാക്കിയത് അപ്പനാ, സ്വർഗത്തിലെ അപ്പനാ വളരുമാറാക്കിയത്. ഹല്ലേലൂയ. അപ്പോൾ എന്നിട്ട് പറയുന്നു, നട്ടവനും നനയ്ക്കുന്നവനും ഏതുമില്ല, ഓരോരുത്തൻ താൻ്റെ അധ്വാനത്തിന് ഒത്രവണ്ണം കൂലി കിട്ടും. അപ്പോൾ ദൈവരാജ്യത്തിനകത്ത് എന്ത് ചെയ്യണം? അധ്വാനിക്കണം. അധ്വാനിച്ചാൽ എന്തോ കിട്ടും, അല്ലേ? ജോലിയോടുള്ള ബന്ധത്തിൽ. പക്ഷെ സഭയോടുള്ള ബന്ധത്തിൽ മനസ്സിലാക്കണം, നമ്മളൊന്നും നീ വർധനവ് വരുമ്പോൾ, നീ സഭയ്ക്കകത്ത് കൂട്ടായ്മയിൽ ആചരിക്കുമ്പോൾ നമുക്കെല്ലാം എന്തുണ്ടാകണം? വർധനവുണ്ടാകണം. ആമേൻ. അവിടെ പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഓരോരുത്തർ താൻ്റെ അധ്വാനത്തിന് ഒത്തവണ്ണം കൂലി. അപ്പോൾ അധ്വാനിക്കേണ്ടത് പ്രധാനമാണ്. സഭയോടുള്ള ബന്ധത്തിൽ നമ്മൾ മനസ്സിലാക്കണം, യേശു നമ്മളോട് പറയുന്ന ഒരു ശബ്ദമാണ്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെടും, നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും. എന്തിനു വേണ്ടി? നിന്നെ ദൈവം പുറത്തിറക്കിയതിൻ്റെ മഹത്വം ചിലവരല്ല, എല്ലാവരും അറിയേണ്ടതിനത്രേ. നീ ചിലവരിലേക്ക് അത് കൈമാറും. പറഞ്ഞാട്ടെ, എൻ്റെ കൈയാൽ ഞാനതിനെ കൈമാറും. ഈ അനുഗ്രഹം മാത്രമല്ല കൈമാറുന്നത്, ഞാൻ യേശുവിനെ കൈമാറും. ഞാൻ യേശുവിൻ്റെ അനുഗ്രഹം കൈമാറും. ഞാൻ ഒരുവനെ തൊടുമ്പോൾ അവൻ അനുഗ്രഹിക്കപ്പെടും. ഞാൻ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഞാൻ അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് തിരുവചനം പറയുന്നത്, നീ പുരാതന ശൂന്യങ്ങളെ നീ പണിത് നീ പുറത്തെടുക്കും. ആമേൻ. തകർന്നു കിടക്കുന്നതിനെ നീ പണിത് പുറത്തെടുക്കും. പരാജയപ്പെട്ടതിനെ നീ പണിത് പുറത്തെടുക്കും. തോറ്റവനെ നീ പുറത്തെടുക്കും. നശിച്ചു പോയതിനെ നീ പണിത് പുറത്തെടുക്കുവാൻ നീ പണിയുന്നവനാ. ദൈവമാരാ? ദൈവം അടങ്ങിയിരിക്കോ? ദൈവം പണിയുന്നവനാ. ദൈവസഭ എന്താണ്? ദൈവ മക്കളാരാ? പണിയപ്പെടുന്നവരാ. ദൈവം നിന്നെ പണിതുകൊണ്ടിരിക്കുന്നതിനാ സ്തോത്രം. ആമേൻ. എന്നിലും നിങ്ങളിലും തുടങ്ങിയ നല്ല പ്രവൃത്തി ക്രിസ്തുവിന്റെ വരവോളം അതിനെ തികയ്ക്കുന്ന ദൈവത്തിന്. അപ്പോൾ സഭയായി തീർന്നാൽ ദൈവം പണിതുകൊണ്ടിരിക്കും. ആരും മനസ്സിലായില്ല. പണിയുന്നത് എങ്ങനാ? ചെത്തി ചെത്തി വെടിപ്പുള്ളതാക്കി, കല്ലുകൾ മിനുസമുള്ളതാക്കി, ഇച്ചിരി ചെത്തുമൊക്കെ ചെയ്യും കേട്ടോ ദൈവം ചെത്തുമ്പോൾ പിറുപിറുക്കരുത്. സ്തോത്രം പറയണം. ശ്രേഷ്ഠവും മാന്യമായത് പ്രാപിക്കേണ്ടതിനാ ദൈവം ചെത്തുന്നത്. ആമേൻ. നമ്മളെ ദൈവം ചെത്തുന്നത് സഭയായതുകൊണ്ടാണ് ചെത്തുകൊള്ളുന്നത്. സ്തോത്രം. അത് ദൈവം ചെത്തുന്നതാണല്ലേ, മനുഷ്യൻ ചെത്തിയാൽ ശരിയാവത്തില്ല, അല്ലേ? അച്ഛൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ബലപ്പെടുന്നു. സ്തോത്രം. അപ്പൻ ചെത്തിയാലാണ് നല്ല ചെത്ത്. നമ്മൾ എത്ര ചെത്തിയാലും ശരിയാവത്തില്ല, പാസ്റ്റർ ചെത്തിയാലും ശരിയാവത്തില്ല, തമ്പുരാൻ ചെത്തിയാൽ നേരെയാകും. ഞാൻ ഒരു കാര്യം വിശ്വസിക്കുന്നത്, ഞാൻ എത്ര ചെത്തിയാലും നിങ്ങൾ നേരെയാവത്തില്ല, അപ്പൻ ചെത്തണം. പറഞ്ഞ് എൻ്റെ അപ്പൻ എന്നെ ചെത്തി ശരിയാക്കുമെന്ന് പറഞ്ഞാട്ടെ. എൻ്റെ അപ്പൻ്റെ അരികിലേക്കാണ് ഞാനും നിങ്ങളും പോകുന്നത്. അപ്പൻ ചെത്തി വെടിപ്പുള്ളതാക്കി പുറത്തെടുക്കും. അത് സഭയാണ്. സോ വെൻ യു ആർ പാർട്ട് ഓഫ് ദ ചർച്ച്, കർത്താവ് ചെത്തി വെടിപ്പുള്ളതാക്കും. എന്തിനാ? ഉപയോഗിക്കപ്പെടേണ്ടതിന്. ഹൂ ഈസ് പ്രേയിങ് ഹിയർ? എന്നെ ഉപയോഗിക്കണമെന്ന്. ബിക്കോസ് നിങ്ങൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അധ്വാനിച്ചതിന് ഒത്തവണ്ണമേ എന്ത് കിട്ടത്തുള്ളൂ? പ്രതിഫലം കിട്ടത്തുള്ളൂ. സ്തോത്രം. 10-ാം വാക്യം, 11. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. അപ്പോൾ സഭയുടെ അടിസ്ഥാനം എന്താ? യേശുക്രിസ്തു. യേശുക്രിസ്തു അല്ലാതെ ഒരു അടിസ്ഥാനവും സഭയ്ക്കില്ല. നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങളെ കർത്താവ് പണിയും. എങ്ങനെ പണിയും? അടിസ്ഥാനമിട്ട് പണിയും. ആമേൻ. ദൈവത്തിന്റെ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവം നിങ്ങളെ പണിയും. പണിത് മാത്രമല്ല, ശ്രേഷ്ഠവും മാന്യവുമുള്ളവനാക്കി ദൈവം നിർത്തുന്ന കൃപയ്ക്കായി സ്തോത്രം.
അപ്പോൾ ദൈവം ചെത്തി വെടിപ്പുള്ളതാക്കി, ദൈവം മനോഹരമാക്കി പുറത്തു വരുമ്പോൾ പുറത്തിരിക്കുന്നവർ പറയും, നീ നല്ല സ്മാർട്ടാണല്ലോ കാണാൻ. പക്ഷെ നിനക്കറിയാം, പല ചവിട്ടും ഇടിയും കൊണ്ടായി ഇവിടെ ഇവരെ എത്തിയത്. ഞാൻ അവരെ നോക്കിയാ പറഞ്ഞു, നിങ്ങളെ നോക്കിയല്ല കേട്ടോ, അല്ലേ? പല ഇടിയും ചവിട്ടും കൊണ്ട് ഒക്കെയാണ് നമ്മൾ ഇവിടെ വരെയൊക്കെ വന്നത്. തമ്പുരാൻ സഹായിച്ചതാ. സ്തോത്രം പറഞ്ഞാട്ട്, അല്ലേ? സ്തോത്രം. നമ്മളെ ദൈവം കൃപയാലാണ് നിർത്തിയിരിക്കുന്നത്. അതെ, ചെത്തി വെടിപ്പുള്ളതാക്കി പുറത്ത് കൊണ്ടുവന്നത് ആമേൻ നമ്മുടെ കഴിവൊന്നുമല്ല. തുടങ്ങിയപ്പോൾ എന്തോ വലിയ പുള്ളിയാന്ന് വിചാരിച്ചാൽ തുടങ്ങിയത്. ഇപ്പോഴാണ് മനസ്സിലായത് ഒന്നും ഇല്ലെന്ന്. ചേട്ടന്മാർക്ക് സ്തോത്രം ഇല്ലല്ലേ? അങ്ങോട്ട് വരാം. ഈ പറയത്തില്ലേ, നമ്മളിതില്ലേ തുടങ്ങിയപ്പോൾ വലിയ പുള്ളിയാന്ന് പറഞ്ഞൊക്കെയാണ് തുടങ്ങിയത്. പക്ഷെ ഇപ്പോൾ കർത്താവ് ഓടിച്ച് ചതച്ച് റെഡിയാക്കി. ഓ, എന്തൊരു താഴ്മ, എന്തോ വിനയമാ. സ്തോത്രം. അല്ലേ റോം? സത്യം പറ. സ്തോത്രം. തമ്പുരാൻ കൊണ്ടുവന്നതാ. എങ്ങനാ? ചെത്തിയതാ. ഓ, മിനുക്കി എടുത്തതാ. ദൈവം തമ്പുരാൻ പിടിച്ച് ആ പാത്രത്തിനകത്ത്, ആ സഭയ്ക്കകത്തോട്ട് കയറ്റിയിട്ട് കർത്താവ് പറഞ്ഞു, ക്രിസ്തു എന്ന അടിസ്ഥാനമല്ലാതെ ഒരു അടിസ്ഥാനവുമില്ല. 14 വാക്യം, ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. പ്രതിഫലം കിട്ടും. ഇന്ന് എനിക്ക് പറയാനുള്ളത് അതാ. പ്രതിഫലം നമുക്കുണ്ട്. ദേശത്തിന് കിട്ടുന്നത് രാജ്യമായിരിക്കും. അബ്രഹാമിന് ദൈവം ദേശം കൊടുത്തു, പക്ഷെ നമുക്ക് കിട്ടുന്നത് ദേശമല്ല, സ്വർഗരാജ്യമുണ്ട്. പക്ഷെ നമുക്ക് എന്തുണ്ട്? പ്രതിഫലമുണ്ട്. ഒരു പ്രതിഫലം. When you think of anything in the kingdom of God, നമ്മൾ ചിന്തിക്കണം, കർത്താവ് ഇത് ചെയ്താൽ സ്വർഗത്തിൽ എനിക്ക് എന്തുണ്ട്? പ്രതിഫലം ഉണ്ടോ നോക്കണം. റൈറ്റ് ഡൗൺ ഇൻ യുവർ ബുക്ക്. നിങ്ങൾ ഏതൊരു കാര്യത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ ആ വായിച്ചു നോക്കണം. Is it good enough to receive a reward from heaven? ഇല്ലെങ്കിൽ ഈ പ്രവൃത്തി എന്നിൽ കൂടെ അഫലമാകും. ആമേൻ. എൻ്റെ ജീവിതവും ഇതുമായിട്ടൊരു ബന്ധമില്ലെങ്കിൽ, ആമേൻ, വില കൊടുക്കാതെ നിങ്ങൾ ഉന്നത വിളി പ്രാപിക്കാൻ പറ്റത്തില്ല. ആമേൻ. വിളിയുടെ ആശ ഇതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിച്ച് നമുക്ക് മുറുകെ പറ്റുന്ന പാപവും എല്ലാം വിട്ടുകളഞ്ഞ് ഉയരത്തിലുള്ളത് ചിന്തിപ്പാനും ഉയരത്തിലുള്ളത് പ്രാപിക്കുവാനും തയ്യാറാകണമെങ്കിൽ we need to get ready to receive our reward. സ്വർഗത്തിലെ ദൈവം നമുക്ക് പ്രതിഫലം തരേണ്ടതിനാ ദൈവം വെയിറ്റ് ചെയ്യുന്നത്. സ്തോത്രം. പ്രതിഫലം. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എന്ത് കിട്ടണം? അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്കെല്ലാം എന്താ വേണം? പ്രതിഫലം കിട്ടും. പറഞ്ഞാട്ടെ, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്കെല്ലാം എന്തുണ്ട്? പ്രതിഫലം കിട്ടും. സ്തോത്രം. അവിടെ ചെന്ന് കണക്ക് ബോധിപ്പാനല്ല നമ്മളെ എവിടെ കൊണ്ടുവന്നത്. He will give us reward. Give us reward. അധ്വാനിച്ചതിനും നിന്നതിനും വില കൊടുത്തതിനുമൊക്കെയും അന്ന് പ്രതിഫലം തരുന്ന ദൈവം. ആമേൻ. ഇവിടെ എന്തോ വീട് വെച്ചെന്നോ, ഏത് വണ്ടിയിൽ യാത്ര ചെയ്തെന്നോ, നിന്റെ ജോലി പൊസിഷനോ, നിന്റെ ഡിഗ്രിക്ക് എത്ര ആൽഫബറ്റ് ഉണ്ടെന്നോ, ഇതൊന്നും അല്ല വിഷയം. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കർത്താവിന്റെ രാജ്യത്തിൽ നീ വിതച്ചെങ്കിൽ നീ സ്വർഗത്തിൽ കൊയ്യുന്നവനായി തീരും. Your reward is in heaven. പഴയ നിയമത്തിൽ റിവാർഡ് ഭൂമിയിലായിരുന്നു, അല്ലേ? അബ്രഹാമിന് എവിടെ കിട്ടി? പ്രതിഫലം ഭൂമിയിൽ കിട്ടി. നിങ്ങളിങ്ങനെ ഞാൻ പേടിച്ച് നോക്കല്ലേ. സ്വർഗത്തിൽ പഴയ നിയമ വിശുദ്ധന്മാർക്ക് അവർ പ്രതിഫലം കിട്ടുന്നതിനേക്കാൾ മുമ്പേ ആര് സ്വർഗത്തിൽ ചെല്ലും? നമ്മൾ ചെല്ലും, അല്ലേ? പുതിയ നിയമ വിശുദ്ധന്മാരാ സ്വർഗത്തിൽ ആദ്യം ചെല്ലുന്നേ. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ആരാ ശ്രേഷ്ഠന്മാർ? നമ്മളാ ശ്രേഷ്ഠന്മാർ. നമ്മൾ അബ്രഹാമിനെ കുറിച്ചൊക്കെ പ്രസംഗിച്ചു. പക്ഷെ അബ്രഹാം പറയും, എടാ മോനെ, നീ എന്നെക്കുറിച്ച് ഒത്തിരി ഒന്നും പറയണ്ട, ഞാൻ ആളത്ര ശരിയല്ല, നീ എന്നേക്കാൾ മുന്നേ അങ്ങ് സ്വർഗത്തിൽ ചെല്ലും, ഇത് കഴിഞ്ഞിട്ടേ ഞാനും വരത്തുള്ളൂ. സ്തോത്രം. അപ്പോൾ ദൈവം നമുക്ക് എന്ത് വെച്ചിരിക്കുന്നു? ഒരു പ്രതിഫലം വെച്ചിട്ടുണ്ട്. ഈ പ്രതിഫലം മേടിപ്പാൻ നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നതിനകത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. തുടർന്ന് വായിച്ചാട്ടെ, അതിൻ്റെ 16. പൗലോസ് വെറുതെ അല്ല ഇതൊന്നും എഴുതുന്നത്. ഇറ്റ് ഈസ് ഹാവിങ് എ സ്പിരിച്വൽ ബ്രേക്ക് ത്രൂ ആണ് ഇതെല്ലാം. ഒരു ആത്മിക ബ്രേക്ക് ത്രൂവിൻ്റെ ആഴമാണ് ഇതെല്ലാം എഴുതിയിരിക്കുന്നത്. അപ്പോൾ 16 വാക്യം എന്താണ്? നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ഓ പ്രതിഫലം മേടിപ്പാൻ വിളിച്ച ദൈവം. പൗലോസ് പറയാണ്, ഇതിനകത്ത് ദൈവം വസിക്കുന്നു. ഓ പറഞ്ഞാട്ടെ, എൻ്റെ അകത്ത് ആര് വസിക്കുന്നു? ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു. എന്നിട്ട് ദൈവം പറയും, ഇതിനെ നശിപ്പിക്കുന്നവനെ
ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. നമ്മളുടെ ഉത്തരവാദിത്തമാണ് ഇതിനകത്തോട്ട് എന്താ പോകുന്നെന്ന്. ഇതിൽ നിന്ന് എന്താ പുറപ്പെടുന്നതും അകത്തോട്ട് പോകുന്നതനുസരിച്ചാണ് പുറപ്പെടുത്തുള്ളൂ, അല്ലേ? സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഒരു ഫോട്ടോ കണ്ടു. മാച്ച ചായ കുടിച്ച് ഭാര്യയും ഭർത്താവും അത് മാത്രമേ കുടിക്കത്തുള്ളൂ, രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും. എന്തോ നല്ല ഹെൽത്തിയാന്ന് പറഞ്ഞ് കുടിച്ച് അവസാനം പച്ചയായെന്ന് മുഖം. എനിക്കറിയത്തില്ല. അപ്പോൾ നമ്മുടെ അകത്തോട്ട് എന്തോ പോകുന്നു അതുപോലെ പുറത്ത് നമ്മുടെ പുറത്തത് പ്രത്യക്ഷപ്പെടും. ഇന്ന് പരിശുദ്ധാത്മാ പറയുന്നു, നിന്റെ അകമയുള്ളതിലേക്ക് റിസീവ് ചെയ്യുന്നത് സ്തോത്രം ചെയ്യണം. എന്നിട്ട് പറയണം, ഇത് പ്രതിഫലത്തിന് ഇച്ഛിച്ചതാണോ അല്ലയോ നോക്കണം. Let us discern whether it is good for his reward. കർത്താവേ, ഇല്ലെങ്കിൽ ഇത് എന്നിൽ നിന്ന് മാറണം, അല്ലേ? ഇത് എന്നിലേക്ക് വരരുത്, ഇത് എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ അനുവദിക്കുകയില്ല. സി 17 വാക്യം, ആരും തന്നെത്താൻ വഞ്ചിക്കരുത്. സി യു ആർ ഹർട്ടിങ് യുവർ സെൽഫ്. ദൈവത്തിന് ഹിതമില്ലാത്തതും ദൈവത്തിന് ഇഷ്ടമില്ലാത്തതും പ്രതിഫലം കിട്ടാത്തതും ഒക്കെയും നമ്മുടെ അകത്തേക്ക് നമ്മൾ റിസീവ് ചെയ്യാൻ തയ്യാറാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, യു ആർ ഡിസീവ്ഡ് ലൈക്ക് ഈവ്. സി, നമുക്ക് 24 മണിക്കൂറുണ്ട്. ഉണ്ടോ? എന്നോട് കൂടെ വരണേ ഇതിനകത്തോട്ട്. 24 മണിക്കൂറുണ്ട്. 10 മണിക്കൂർ ഉറങ്ങുന്നവർക്കായി സ്തോത്രം, ഭാഗ്യവാന്മാർ. കുറച്ചുറങ്ങുന്നവർക്കായി സ്തോത്രം, അവർ കർത്താവിനോട് അടുത്തിരിക്കട്ടെ. സ്തോത്രം. നമ്മൾ നോക്കണം, നമ്മളുടെ ഈ 24 മണിക്കൂറിൽ 8 മണിക്കൂറിൽ നമ്മളൊന്ന് ഉറങ്ങുമ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്ക്, നമ്മുടെ ബോഡി അറിയാതെ എന്ത് സംഭവിക്കുകയാണ്? വി ഗെറ്റ് ഡീഹൈഡ്രേറ്റഡ്, അല്ലേ? നിങ്ങളത് വായിച്ചിട്ടില്ല, അല്ലേ? സയൻസ് പോയി വായിക്കാം. നഴ്സുമാർ അറിയില്ല, അവർക്കൊക്കെ അറിയാം. എനിക്ക് അത്രയും അറിവൊന്നുമില്ല. നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ശരീരം എന്താവുന്നു? ഓട്ടോമാറ്റിക്കലി ഡീഹൈഡ്രേറ്റ് ആവുക. പക്ഷെ നമ്മൾ അറിയുന്നില്ല. നമ്മളെപ്പോഴും 12 മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ട് എഴുന്നേക്കുക, എന്നിട്ട് നേരെ പോയി എന്തോ കുടിക്കുന്നേ? കഴിക്കട്ടെ, വല്ലതും ചായ കുടിക്കട്ടെ. ബോഡി എന്തോ ആഗ്രഹിക്കുന്നത് ഇച്ചിരി വെള്ളത്തിനാ. യുവർ ബോഡി ഈസ് സോ ഡീഹൈഡ്രേറ്റഡ്. അതുകൊണ്ടാണ് ഈ രാത്രി കിടന്നുറങ്ങുമ്പോൾ മരിച്ചു പോകുന്നത്. പീപ്പിൾ ഡൈ വെൻ ദേ സ്ലീപ്പ്. കഴിഞ്ഞിടയ്ക്ക് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി ഞങ്ങളുടെ ക്യാമ്പിൽ, STSൽ. രാത്രി കിടന്നുറങ്ങിയ രാവിലെ എഴുന്നേറ്റപ്പം ബൈ ബൈ ഇല്ല. എന്തുകൊണ്ടാ? ബിക്കോസ് യുവർ ബോഡി ഈസ് ഡീഹൈഡ്രേറ്റഡ്. അത് വിട്ടിട്ട് ആത്മാവിൻ്റെ വിഷയത്തിലേക്ക് വരാം. നീ ഡീഹൈഡ്രേറ്റ് ആകുന്നത് ആർക്കറിയാം? പരിശുദ്ധാത്മാവിനറിയാം. നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരത്തിനകത്ത് എത്ര മണിക്കൂറാണ് നീ ആത്മാവെന്ന വെള്ളം കൊടുക്കുന്നത്? ഇഫ് യു ആർ ഫില്ലിങ് യുവർ ബോഡി വിത്ത് വേൾഡ്ലി തിങ്സ് ആൻഡ് വേൾഡ്ലി ഇഷ്യൂസ്, you are not growing in the spirit. You are not preparing yourself for his coming. Inwardly you are preparing for something else. അതുകൊണ്ട് ദാഹമുള്ളവനെ തിരുവിന്നാണ് യേശു പറഞ്ഞത്, അല്ലേ? ദാഹിക്കുന്നവൻ എൻ്റെ അരികിലേക്ക് വരുവീൻ, ഞാൻ അവനെന്ത് കൊടുക്കും? ജീവജലത്തിന്റെ നദിയെ തുറന്നു തരുന്ന ദൈവം. നീ എഴുന്നേൽക്കുമ്പോൾ ദാഹമുള്ളവനായി തീരുമ്പോഴാണ് നീ വെള്ളം കുടിക്കുന്നത്, അല്ലേ? ആത്മാവിൽ ദാഹമുള്ളവനായിരിക്കണം. So your reward will be greater. രാവിലെ എഴുന്നേറ്റ് വേറെ എന്തിനെ അന്വേഷിക്കുന്നതിനേക്കാൾ അധികം, അപ്പാ എനിക്ക് അകത്ത് ദാഹമുണ്ട്, എനിക്ക് ദാഹം തീർത്തു തരണം. എൻ്റെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാതെ ഒരു ദിവസം എനിക്ക് ജീവിക്കാൻ കഴിയത്തില്ലെന്ന് നമ്മൾ തീരുമാനിക്കണം. നമ്മൾ പറഞ്ഞില്ലേ, രാവിലെ ബോസിൻ്റെ ഇൻസ്ട്രക്ഷൻ അല്ല ആദ്യം കേൾക്കേണ്ടത്. അല്ലെങ്കിൽ വീട്ടിലുള്ളവരുടെ ആവശ്യത്തെക്കാൾ അധികം അപ്പൻ്റെ ശബ്ദം കേട്ട് എഴുന്നേൽക്കണം. അപ്പനോട് പറയണേ, കർത്താവ് എന്നോട് സംസാരിക്കണം. എന്തുകൊണ്ടാ? ഇന്നത്തേക്കുള്ളത് എനിക്ക് തരുന്ന ദൈവം. അതിൻ്റെ നടുവിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, ആരും തന്നെത്താൻ വഞ്ചിക്കരുത്. താൻ ഈ ലോകത്തിൽ ജ്ഞാനി എന്ന് നിങ്ങൾ ആർക്കെങ്കിലും തോന്നിയാൽ അവൻ ജ്ഞാനിയെ കൊണ്ട് തന്നെ പോഷനായിരിക്കട്ടെ. നമുക്ക് വലിയ അറിവുണ്ടെന്നെങ്കിൽ മാറ്റി വെക്കാനാ പറഞ്ഞു. എന്നിട്ട് പറയുന്നു, സ്തോത്രം, ഈ ലോകത്തിന്റെ ജ്ഞാനം. 23-ാം വാക്യം, നിങ്ങളോ ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തു ദൈവത്തിനുള്ളവൻ. അങ്ങനെ അങ്ങ് തീർത്താൽ മതി. ഞാനും നീയും എല്ലാം ആർക്കുള്ളതാ? ക്രിസ്തുവിനുള്ളതാ. പഴയ നിയമത്തിൽ ഇസ്രായേൽ എന്ന ജാതിയായിരുന്നു. പക്ഷെ പുതിയ നിയമത്തിൽ വന്നപ്പോൾ ജാതിയല്ല, സഭയായി. സഭ ആർക്കുള്ളതാ? യേശുവിനുള്ളതാ. ഞാൻ എനിക്കുള്ളവനല്ല, ഞാൻ കർത്താവിനുള്ളതാ.
കർത്താവിനോട് കൂടെ ജീവിപ്പാനും കർത്താവിനോട് ചേരേണ്ടതിന് മരിപ്പാനും ഒരുങ്ങുന്ന ഒരു ശരീരമായതെന്ന്, ഈ ശരീരത്തിനകത്ത് പരിശുദ്ധാത്മാവ് വസിക്കുന്നു എന്നും, ഇതിനെ വഞ്ചിക്കുന്നവനെ ദൈവം എന്ത് ചെയ്യും, ഇതിനെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുമെന്നും ദൈവം പറയുമ്പോൾ ഈ പ്രഭാതത്തിൽ തിരിച്ചറിയണം. ഹല്ലേലൂയ. ദൈവം പറഞ്ഞു, പത്രോസിനോട് ദൈവം പറയുന്നു, കർത്താവ് ഇറങ്ങി വന്നു. കർത്താവ് പറഞ്ഞു, നീ എന്നെ 3 വട്ടം തള്ളിപ്പറയും. വാസ്തവത്തിൽ കർത്താവ് പ്രവചനാത്മാവിൽ പറഞ്ഞിട്ട് തിരിച്ച് പത്രോസിന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, നീ എന്നെ സ്നേഹിക്കുന്നു അല്ലേ? വേറെ ആരോടും പത്രോസ് അത് ചോദിച്ചില്ല, അല്ല സോറി, യേശു ചോദിച്ചില്ല. ഒരു ശിഷ്യന്മാരോടും ചോദിച്ചില്ല. ആരോടെ ചോദിച്ചുള്ളൂ? യോഹന്നാന്റെ അടുത്ത് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കർത്താവിൻ്റെ മാറോട് ചേർന്നിരുന്ന യോഹന്നാൻ. പക്ഷേ പത്രോസ് എന്ത് ചെയ്തു? കർത്താവിനെ തള്ളി പറഞ്ഞു 3 വട്ടം. കർത്താവ് 3 വട്ടം ചോദിച്ചു, ഇവരിലധികം നീ എന്നെ സ്നേഹിക്കുന്നു. കർത്താവ് എന്തോ മറുപടി കൊടുത്തത്? എൻ്റെ ആടുകളെ മേയ്പ്പീൻ, എൻ്റെ ആടുകളെ മേയ്പ്പീൻ. കർത്താവ് പറഞ്ഞു, നീ ഇനിയും ഈ ഭൂമിയിലുള്ളവനല്ല. നീ ആമേൻ, കഴിഞ്ഞ നാളുകൾ നീ മീനെ പിടിക്കുന്നവനായിരുന്നു, ഇനി നീ മനുഷ്യനെ പിടിപ്പിക്കുന്നവനായി തീരും. ഹല്ലേലൂയ. നീ ആമേ സഭ പണിയുന്നവനാക്കി തീർക്കും. കഴിഞ്ഞ നാളുകൾ കർത്താവ് നമ്മളെ പലയിടത്തുനിന്ന് ഇവിടെ കൊണ്ടുവന്നത്, ഇതിനകത്തേക്ക് കൂട്ടിച്ചേർത്തത് കർത്താവ് ഒരു ഉദ്ദേശത്തോടാണ്. ആടുകളെ മേയിക്കേണ്ടതിന്, ആമേ സഭയെ പണിയേണ്ടതിന്, നിന്നെ അടിസ്ഥാനമിട്ട് പണിതതിനകത്ത് പിശാച് വശീകരിക്കുന്ന തന്ത്രങ്ങൾ എന്തുണ്ടോ അതിന്ന് നമ്മളിൽ നിന്ന് മാറിപ്പോകേണ്ടതിന് നമ്മൾ സമർപ്പിക്കണം. കർത്താവിൻ്റെ സന്നിധി സമർപ്പിക്കണം. കർത്താവേ, ആമേ, എനിക്ക് നാശം വിധിപ്പാനല്ല ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നത്, ഞാൻ അനുഗ്രഹിക്കപ്പെടേണ്ടതിനാണ് ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഞാൻ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന്, പലർക്കും ഞാനൊരു അനുഗ്രഹമാകേണ്ടതിനാണ് കർത്താവ് എന്നെ ഇവിടെ കൊണ്ടുവന്നതിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. ഹല്ലേലൂയ. പഴയ നിയമ വിശുദ്ധന്മാരെ ചേർക്കാനല്ല കർത്താവ് വന്നത്, പഴയ നിയമ സഭയായ ഇസ്രായേലിനെ രക്ഷയിലേക്ക് കൊണ്ടുപോകാനാണ് യേശു വന്നത്. പക്ഷെ ഇനിയും കർത്താവ് വരുന്നത് യഹൂദന്മാരെ ചേർക്കാനല്ല, തൻ്റെ സഭയെ ചേർക്കാനാ. ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കണം, ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. അബ്രഹാമിൻ്റെ സന്തതികളാകുവാൻ കൃപയാൽ നമുക്ക് ക്രിസ്തേശു മുഖാന്തരം ജയം തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ സഭയുടെ അവയവങ്ങളാക്കി തീർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് പറയണം, ഹല്ലേലൂയ, അവൻ എന്നെ പണിയുമെന്ന് പറഞ്ഞാട്ടെ. ആമേൻ. കർത്താവേ, ആമേൻ, അവൻ എൻ്റെ സഭയെ പണിയും, എൻ്റെ കുടുംബത്തെ പണിയും. ആമേൻ, ആമേൻ, ആമേൻ. പ്രതിഫലം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. സ്തോത്രം. ഒരു നിമിഷം ഇങ്ങോട്ട് നോക്കണേ. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് വെച്ചിരിക്കുന്ന അനേക പ്രതിഫലങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, അല്ലെ? കിരീടങ്ങൾ. പക്ഷെ നമ്മളൊരു കിരീടം താഴ്ത്തി വെക്കാഞ്ഞത് കൊണ്ട് നമുക്ക് ആ കിരീടം കിട്ടിയില്ലെങ്കിലോ? സ്തോത്രം. നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് സമർപ്പിക്കപ്പെടാഞ്ഞത് കൊണ്ട് നമുക്കൊരു ഒരു പ്രതിഫലം കിട്ടിയില്ലെങ്കിലോ? അന്ന് നമ്മൾ കരയുവാനുള്ളവരല്ല, അന്ന് നമ്മൾ സന്തോഷത്തോടെ കരയേണ്ടിയവരാ. ഹല്ലേലൂയ. കിട്ടാത്തവരുടെ കരച്ചിലല്ല, കിട്ടിയവരുടെ കരച്ചിൽ. കർത്താവ്, ഇതിന് യോഗ്യനല്ല ഞാനും നീയും, എന്നാൽ കൃപയാൽ അത്രേ ഇതെനിക്കും നിങ്ങളിലേക്കും ദൈവം കൈമാറിയെങ്കിൽ, ഈ പ്രഭാതത്തിൽ നമ്മൾ തിരിച്ചു പറയണം, കർത്താവേ, ഈ പ്രതിഫലത്തിനായി എന്നെ ഒരുക്കണം. Let God prepare us for this great reward. ഈ ഭൂമിയിൽ കിട്ടുന്ന നന്മയേക്കാൾ ശ്രേഷ്ഠവും മാന്യവുമായത് സ്വർഗത്തിലുള്ളത് കൊണ്ടല്ലേ കർത്താവ് പറഞ്ഞത്, ഈ താക്കോലുകൾ ഞാൻ നിനക്ക് തരുന്നു എന്ന്. നീ ഭൂമിയിൽ അഴിക്കുന്ന സ്വർഗത്തിൽ അഴിക്കപ്പെടും, നീ ഭൂമിയിൽ കെട്ടുന്ന സ്വർഗത്തിൽ കെട്ടപ്പെടും. പ്രതിഫലം ലഭിക്കേണ്ടതിന് നമ്മുടെ കരങ്ങളെ ബലപ്പെടുത്തുന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്ത് പറഞ്ഞാട്ടെ. എനിക്ക് പ്രതിഫലം തരുന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ.